എല്ലാവരും കൂടി മുജാഹിദ് പ്രസ്ഥാനത്തിലായി വന്നാൽ പിന്നെ ഇവിടെ സ്ഥലമില്ല, അതിന് മാത്രം സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. എല്ലാവരും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, യഥാർത്ഥമായ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ വൈദേശികനായ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും തയ്യാറുണ്ടോ എന്ന് ഞാൻ എന്റെ മനസ്സിന് വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ? നിങ്ങൾക്ക് എന്തിനധികം തെളിവുകൾ വേണം? എന്റെ വിശുദ്ധ ഖുർആനിൽ തെളിവില്ലേ? ഹദീസുകൾ നമുക്ക് തെളിവില്ലേ? പിന്നെ അതിനപ്പുറം നാം എങ്ങോട്ട് തേടിപ്പോണം? അതിലും കണ്ടില്ലെങ്കിലല്ലേ നാം ചെയ്യേണ്ടതുള്ളൂ, അല്ലേ? എന്നിട്ട് നമ്മളോട് പറഞ്ഞു, അല്ലേ, നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞില്ലേ, വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ള പണ്ഡിതന്മാരോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന്. എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല മക്കളെ? നിങ്ങളൊന്ന് അന്വേഷിക്കുക, നിങ്ങളുടെ മനസ്സിനോട്, സ്വന്തം മനസ്സിനോടൊന്ന് ചോദിക്കുക. ബഷീർ മുസ്ലിം എപ്പോഴും എന്നോട് പറയാനുണ്ട്, നിങ്ങൾ വെറുതെ നാണം വർത്താനൊക്കെ നിർത്തിയിട്ട് ഒരു പ്രമാണങ്ങളിലൂടെ ഊന്നിയിട്ട് എന്ത് ചെയ്യേ സംസാരിക്കുക. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കാണ്, എന്തിനാണ് ഈ പ്രമാണങ്ങള്? എന്ത് ഇവരതൊന്നും കാണാത്ത ആളുകളാണോ, അല്ലെങ്കിൽ കേൾക്കാത്ത ആളുകളാണോ? അല്ലല്ലോ, യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ പ്രമാണം വായിച്ചു കൊടുക്കേണ്ട ആവശ്യം? നമ്മളിലേറെക്ക് ഇഷ്ടം പോലെ അവർക്കറിയാം, ഇഷ്ടം പോലെ അവർക്ക് അറിയാം, ഉറപ്പാണത്. പിന്നെ എന്താ ചെയ്യുന്നത്? അതിങ്ങനെ മൂടിച്ചു, അത് എന്തോ ഒരു അതിങ്ങനെ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിങ്ങനെ പോയാലും ചെയ്യുള്ളൂ, രസം കിട്ടും. നേരെ പോയാലും സുഖം കിട്ടൂല. അതുകൊണ്ടാ നമ്മൾ ഈ മലയിലെ റോഡുകൾ കണ്ടില്ല ഞങ്ങള്, നേരെയല്ലല്ലോ, ഒരിക്കലും ബൈപ്പാസ് റോഡ് ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞാ പോവുക. കാരണം അതിന്റെ ഒരു സുഖം അതാണ്, അതിന്റെ ഒരു രസം അതാണ്, അതൊരു കാണാനൊരു ഭംഗിയാണ്. ആ മലമുകളിലൂടെ റോഡ് എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ സമസ്തക്കാരുടെ രീതി, അല്ലേ? ഇന്നിപ്പോ പറഞ്ഞപ്പോ സമസ്ത എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇതിപ്പോ എന്തോ ഒരു തെറ്റിദ്ധരിപ്പിച്ചാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമസ്തക്കാരെന്ന് പറയാൻ പല അവരെ കുറിച്ച് എന്ത് ചെയ്യുമ്പോൾ സുന്നികൾ എന്ന് പറയണം. അതിപ്പോ എന്താ അറിയോ, ഈ ഖദരിയാക്കൾ എന്ന് പറഞ്ഞൊരു കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളാ. അവരെ യഥാർത്ഥത്തിൽ എന്താ വിളിക്കുക? ഖദരിയാക്കൾ എന്നാ, അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ സുന്നത്ത് നിഷേധിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നത് ഈ സുന്നികൾ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാമല്ലോ, വർഷങ്ങൾക്ക് മുമ്പ്, ഈ 85 മുമ്പ്, ഈ കാന്തപുരം വിഭാഗം ഇവിടെ വരുന്നതിന്റെ മുമ്പ് നമുക്കറിയാമല്ലോ, ഇവിടെ സുന്നികൾ എന്ന് പറഞ്ഞ ആരുണ്ടായിരുന്നു? സമസ്തയുടെ പേരെന്താ? എന്താ പേര്? സമസ്ത സുന്നീന. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയില്ല സമസ്തയുടെ പേര്. അന്നാരെങ്കിലും സുന്നി എന്ന് പറഞ്ഞു ഇവിടെ? ഇല്ല, സമസ്ത കേരള എന്നാ, അല്ലേ? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ എന്നൊക്കെയല്ലേ അവിടെ പേര്. അവരാരും സുന്നികൾ എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല. കാരണം അവർക്കറിയാം, അന്നുള്ള പണ്ഡിതന്മാർക്കൊക്കെ അറിയാം, ഒരാള് സുന്നി ആയാൽ എന്താവുള്ളൂ? മുസ്ലിം ആവുള്ളൂ. മുസ്ലിം ആരാ? സുന്നിയാണ്. അപ്പൊ സുന്നി എന്നുള്ളത് എന്തല്ല, അത് പ്രത്യേകമായ ടൈറ്റിലല്ല, അത് എല്ലാ മുസ്ലിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്ത്? അവനാണ് മുസ്ലിം. അപ്പൊ എല്ലാ സുന്നികളും മുസ്ലിമാണ്, എല്ലാ മുസ്ലിങ്ങളും ആരാണ്? സുന്നികളുമാണ്. പിന്നെ ഇവിടെ പേരെന്താ? സമസ്തക്കാര്, ദക്ഷിണ കേരള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, പിന്നെന്താ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്, പിന്നെ ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡ്, പിന്നെ അതിന് പുറത്ത് സംസ്ഥാനം വേറെ, അതിപ്പോ രണ്ടാം പോവാണ്. എല്ലാം പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണിത്? ഇതാണ് സുന്നി എന്ന് പിന്നെ പിരിയേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ ഒന്നേപ്പോരെ. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ മക്കളെ? ഇതൊന്നല്ല, യഥാർത്ഥത്തിൽ ഇതൊന്നല്ല നിങ്ങളുടെ ആഗ്രഹം. ഇവിടെ ആകെ ഒന്ന് എന്ത് ചെയ്യണം? ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ആകെ ഒന്ന് കുഴിച്ചു മൂടണം. അതാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ നിങ്ങൾക്ക് ലക്ഷ്യം അറിയാട്ടോ തെളിവ് അറിയാട്ടോ ഒന്നല്ല. നിങ്ങൾക്ക് മുമ്പിൽ ലക്ഷ്യമോ തെളിവോ ഒന്നും ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഇപ്പൊ പഴയ കാലത്ത് ഞാൻ പിന്നെ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, മുഹീദ്ദീൻ ബാഖവി. അദ്ദേഹം എനിക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട് മുഹീദ്ദീൻ ഷേഖിനെ കുറിച്ച്. ഒരിക്കലും മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, തന്റെ ശിഷ്യനെയും കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? തന്റെ ശിഷ്യൻ എന്ത് ചെയ്തു? കാണാൻ വേണ്ടി അതിന്റെ ഉമ്മ കാണാൻ വന്നു. ആ സമയത്ത് ഉമ്മക്ക് ഇങ്ങനെ ഭയങ്കര വിഷമം. കാരണം മുഹീദ്ദീൻ ഷേഖാണെങ്കിൽ നല്ല കോയും പത്തിരിയ തിന്നത്, കുട്ടിക്കാണെങ്കിൽ ഉണക്ക ചപ്പാത്തിയാ കൊടുത്തിരിക്കുന്നത്. അല്ലെ ഉമ്മ ഇങ്ങനെ ചോദിച്ചു, അല്ലെ ഷേഖ് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? കുട്ടി ഭയങ്കര ആകെ ക്ഷീണിച്ച് ആകെ അവശനായിട്ടുണ്ടല്ലോ, എന്താണ് നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു. അതിലെന്ത് ചെയ്തു? മുഹീദ്ദീൻ ഷേഖ് ആ തിന്ന കോയിന്റെ പിന്നെ ആ എല്ലൊക്കെ പാടാണ്ട് കൂട്ടിച്ചു. ഇവിടെ കൂന്ന് അറിഞ്ഞു. നിങ്ങൾ മുഹീദ്ദീന്മാരെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കേട്ടവരായിരിക്കും എല്ലാരും. കോഴിയുടെ മുള്ളോട് കൂവന്ന് ചൊന്നാരെ കൂശാതെ കൂക്കി പാറപ്പിച്ച് വിട്ടോവർ
അല്ലെ? കോഴിയുടെ മുള്ളിനോട് എന്ത് ചെയ്തു? കൊന്നു പറഞ്ഞപ്പോ അതിന് ഓടിപ്പോയത്, പറന്നു പോയി. അപ്പൊ എന്തായി? മുഹിയുദ്ദീൻ ശേഖ് തിന്നിട്ടില്ല. ഈ അവസ്ഥയിലേക്ക് നിന്റെ മകൻ വരുമ്പോൾ എന്ത് ചെയ്യും? നിന്റെ മകൻ ഇതുപോലെ തിന്നാന്നാ അന്ന് മുഹിയുദ്ദീൻ ശേഖ് മറുപടി കൊടുത്തത്. ഇതെന്തിന് തെളിവറിയാം? വിശുദ്ധ ഖുർആനില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സംശയം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ നീ മരിച്ചവരെ പുനർജീവിപ്പിക്കുക എങ്ങനെയാണ് റബ്ബേ? അതെങ്ങനെയാണ് റബ്ബേ എന്ന് എന്ത് ചെയ്തു? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സംശയം, അത് വിശ്വാസമില്ലായിട്ടില്ല, എന്നാലും ഒരു സംശയം എന്ത് ചെയ്തു? ചോദിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 പർവ്വതങ്ങളുടെ മേൽ എന്ത് ചെയ്തു? 4 പക്ഷികളെ അറുത്തിട്ട് എന്ത് ചെയ്തു? അത് കൊണ്ടേ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ വിളിക്കാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ പക്ഷി എന്ത് ചെയ്തു? നടന്നിങ്ങനെ വന്നു അല്ലെ? അത് വിശുദ്ധ ഖുർആൻ ഉണർത്തിയതാണ്, നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇതെന്തിന്റെ തെളിവാണ്? എത്രയോ കാലങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാ. അതിന്റെ ശേഷം എത്രയോ വർഷങ്ങൾ, ഇപ്പൊ 400 വർഷമോ എത്രയും കണ്ടു ചെയ്തത് മുമ്പ് ആഘോഷിച്ചപ്പോ, ഈ 400 വർഷം 1000 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ മുഹിയുദ്ദീൻ മാലിക് എവിടുന്ന തെളിവ്? ഖുർആനിലും തെളിവ്. യഥാർത്ഥത്തിൽ ഉണ്ടാകും മക്കളെ. ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കലല്ലേ? ഇതിന്റെ പേരല്ലേ തട്ടിപ്പ് എന്നുള്ളത്? ഇതല്ലേ തട്ടിപ്പും വെട്ടിപ്പും? എന്നിട്ട് മുജാഹിദുകളെ കുറിച്ച് ഇങ്ങനെ വെറുതെ ആവലാതി ഇങ്ങനെ പറയുന്നതാണ്. മുജാഹിദുകൾ തട്ടിപ്പിന്റെ ആളുകളാണ്, മുജാഹിദുകൾ കള്ളം പറയുന്ന ആളുകളാണ്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വയം പറയുകയല്ലേ? അല്ലേ? സ്വയം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് സ്വയം നിങ്ങൾ എല്ലാവരും ചോദിച്ചു നോക്കൂ. അതാണ് യഥാർത്ഥത്തിൽ അതല്ലേ ചെയ്യുന്നത്. ഏതായാലും ഞാൻ ഓതി വെച്ച ഹദീസിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ പറയാണ്. വെറുതെ ഇങ്ങനെ ബഷീദാരി പറഞ്ഞ പോലെ ഒരു വെറും വർത്താനം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കാര്യമില്ലല്ലോ. എത്ര പറഞ്ഞാലും തീയില്ല, ഇവര് മനസ്സിലാക്കൂല, ഇത് കേൾക്കൂല. കേൾക്കേണ്ട ആളുകൾക്കാണെങ്കിൽ പണ്ട് ഡോക്ടർ സായിക്കനാക്കി പറഞ്ഞ പോലെ ഒരാൾക്ക് ചെയ്താൽ മതി, കേൾക്കുന്ന മനസ്സിലാക്കാത്ത ഒരാൾക്കാണെങ്കിൽ 1 വട്ടം പറഞ്ഞാൽ മതി. ഇനി കേൾക്കാത്ത ആളാണെങ്കിലോ അയാളുടെ 1000 വട്ടം പറഞ്ഞാലും 10000 വട്ടം പറഞ്ഞാലും എന്തില്ല, കേൾക്കുകയില്ലാണ് എന്നതുപോലെയാണ്. അതൊരു സത്യമാണ്. എത്ര പറഞ്ഞാലും എന്തില്ല, കേൾക്കുകയില്ല, അവരെന്തില്ല, മനസ്സിലാക്കുകയില്ല. വീണ്ടും പറയുന്നത് ആ വൈദേശികൾക്ക് സന്തോഷ വാർത്ത, അവർക്ക് സന്തോഷം. അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങള് പറ്റ മോശമായ മലീമസമായ രീതിയിലാകുന്ന അവസ്ഥയിൽ അവരെന്ത് ചെയ്യും? ജനങ്ങളെ നന്നാക്കുന്നവരാണ് അവര്. അതല്ലേ ഇസ്ലാഹി പ്രസ്ഥാനക്കാര്? അതല്ലേ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്യുന്നത്? അല്ലേ? ശരിക്കും ബിദ്അത്തിലും കൂടിക്കുഴന്നുകൊണ്ടല്ലേ ഹഖും ബാത്തിലിനെയും ചെയ്യുന്നു, കൂടി കലർത്തിക്കൊണ്ട് ഇവിടെ ജീവിതം നയിക്കുമ്പോൾ, പണ്ഡിത കോലങ്ങള് ഇവിടെ ഇത് കാട്ടിക്കൂട്ടുമ്പോൾ, പണ്ഡിത കോമാളികൾ ഇവിടെ കാട്ടിക്കൂട്ടുമ്പോൾ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നത് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കലാണ്, ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല, ഇതൊരു മുസൽമാന് യോജിച്ചതല്ല എന്ന് എന്ത് ചെയ്യുന്നു? നമ്മോട് എന്ത് ചെയ്താണ്? ഉണർത്തുകയാണ്, പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എന്റെ മുസ്ലിംകളെ, എന്റെ സഹോദരന്മാരെ, സ്നേഹപ്പെട്ട മുതഅല്ലിമുകളെ, നിങ്ങൾ കിതാബ് ഓതി പഠിക്കുമ്പോൾ യഥാർത്ഥമായ കാര്യം പഠിക്കുക, യഥാർത്ഥമായത് പഠിച്ചത് മാത്രം പ്രവർത്തിക്കുക. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കരുവാരം കൊണ്ട് ഓതുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഈ ഇർഷാദുൽ ഇബാദ് ഇങ്ങനെ ഓതി കൊടുത്തപ്പോൾ അതിലൊരു വരിയുണ്ട്, ഇത് മൗലൂദ് ഓതുക എന്നുള്ളത് മരിച്ച വീട്ടില് അന്ന് മൗലൂദ് ഓതല് കറാഹത്താണെന്ന്. മരിച്ച വീട്ടില് അന്ന് മൗലൂദ് ഓതൽ എന്താണ്? കറാഹത്താണെന്നുണ്ട്. ഇതിങ്ങനെ ഓതി കൊടുത്ത് അന്ന് എന്ത് ചെയ്ത്, എന്റെ ചെലവ് വീട്ടില് അവിടുത്തെ ബാപ്പ മരിച്ചും ചെയ്ത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്തൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചങ്ങനെ വന്നപ്പോ അങ്ങാടിയിലെ ആളിങ്ങനെ തടഞ്ഞങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ എങ്ങോട്ടാ പോകണം ചോദിച്ചോട്. ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചാൽ പള്ളിയിൽ പോകണമെന്നാണ്. അങ്ങനെ പോകാൻ പറ്റില്ല. എന്ത് ചോദിച്ചു? വീട്ടിൽ പോയിട്ട് മൗലൂദാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ആ രീതിയിലേ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇന്നിപ്പോ മൗലൂദ് ഓതല് കറാഹത്താണെന്നാണ്. പക്ഷെ ഈ കാക്കാക്കത് ഇതിലെ പിടിച്ചില്ല. ഇയാളത് ഭയങ്കര പ്രശ്നമാക്കിയിട്ട് എടുത്ത് അവിടെയുള്ള മൂല്യന്മാരുടെ മുഴുവൻ ചോദിച്ച് എല്ലാരും പറഞ്ഞു, ആ ഓം വഹാബിയാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അന്നൊരു വഹാബി എന്നുള്ളതായ ആ ഒരു വാ പോലും എന്തില്ല എന്റെ മനസ്സിലായിരുന്നു. അതായിരുന്നു സത്യാവസ്ഥ. പക്ഷെ ഞാൻ പഠിച്ചെന്ത് ചെയ്തു, ഞാൻ അന്ന് പഠിച്ചത് മാത്രമല്ല, അന്നുകൂടി കുട്ടികൾക്ക് ഓതി കൊടുത്തോടെ എന്ത് ചെയ്തു, ആ ഒരു ഓർമ്മ കൊണ്ടാണ് എന്ത് ചെയ്തത് ഞാൻ അന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്തു, വഹാബി എന്നുള്ള പേര് ആദ്യം തന്നെ എന്ത് ചെയ്തു 1999 ഇടുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, 2000 ഞാൻ ഇവിടെ നന്ദി ദാറുസ്സലാം വരികയും 2001 എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് ഫാരിയാവുകയും ചെയ്തത്. അതിനുശേഷം പൂക്കൂട്ടംപാടവും അതുപോലെ തന്നെ നിലമ്പൂരും മുക്കുട്ടയിലും ഒക്കെ ജോലി ചെയ്യുകയും കുറഞ്ഞ
കാലങ്ങള് മലേഷ്യയിലും സൗദിയിലൊക്കെ പോയിട്ടുണ്ട്. ഇവരൊക്കെ എപ്പോഴും പറയാറുള്ളതായ മലേഷ്യയില് സുന്നത്ത് ജമാഅത്തിന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാണ്ട്. പക്ഷെ അവിടെ എല്ലാ പള്ളിയിലും എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? സ്ത്രീകൾ ജുമാക്ക് വരുന്നുണ്ട്. ഇതില്ലാന്ന് നിഷേധിക്കാൻ കഴിയുക. ഒരു മുസ്തഫൽ ബാഖവി ഉണ്ട്, AP വിഭാഗത്തിന്റെ ആളെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഒരിക്കൽ ഞങ്ങള് ജോലി ചെയ്യുന്ന തൊട്ടടുത്ത സ്ഥലത്ത് വന്നു. എന്നിട്ട് അയാളോട് എന്ത് ചെയ്തു? എന്റെ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോ ഒന്ന് ജുമാക്ക് പോയി ചോദിച്ചു. ജുമാക്കോ എവിടുക്കാ പോയത്? ഇന്ന് മലബാറുകാരുടെ മലബാരി മസ്ജിദിലേക്കാണ് പോയത്. ഒരൊറ്റ പള്ളി അങ്ങനെയല്ല, പച്ചക്കള്ളാണത്. ഒരൊറ്റ പള്ളി പോലും മലേഷ്യ ജോഹൂർ എന്ന സ്ഥലത്ത് ഇല്ല. മലബാറുകാർ നടത്തുന്നതായ ഒരൊറ്റ ജുമാഅത്ത് പള്ളി ഇല്ല. എന്നാൽ തമിഴ്മാർ നടത്തുന്നുണ്ട്. അപ്പൊ മലബാറുകാരുടെ അറബിയിൽ ഖുത്ബോതുന്നതായ ഒരൊറ്റ പള്ളിയും കാണിച്ചിരങ്ങില്ല. എല്ലാം മലായി ഭാഷയിലാണ് ഖുത്ബോതുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾ ജുമാക്ക് വരുന്നു. അവിടെ പ്രത്യേകം എഴുതിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം പ്രത്യേകം എഴുതിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? പ്രത്യേകം അവിടെ എഴുതിച്ചിട്ടുണ്ട് വനിത വനിത വനിത. മലയാളത്തിൽ പറയുമ്പോൾ തന്നെ വനിതകൾക്കുള്ള സ്ഥലമാണ്. വനിതാക്ക് ബയാൻഖാൻ, അവർക്ക് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമാണ്. വനിതാക്ക് ഒതുക്കാൻ, സ്ത്രീകൾക്ക് ഒതു കൊടുക്കാനുള്ള സ്ഥലമാണ്. അത് പ്രത്യേകം എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മലേഷ്യയിൽ ഇന്തോനേഷ്യയിൽ വെറുതെ പച്ചക്കള്ളം പറയാണ് മലേഷ്യയെ കുറിച്ചും ഇന്തോനേഷ്യയെ കുറിച്ചൊക്കെ. അവര് പറയുന്നത് 100% സുന്നത്ത് ജമാഅത്താണ്. പക്ഷെ ഇവര് പറയുന്ന സുന്നത്ത് ജമാഅത്തല്ല. സംഭവം ശരിയാണ്, 100% എന്താണ്? സുന്നത്ത് ജമാഅത്താണ്. പക്ഷെ ഇവര് ഈ പറയുന്ന സുന്നത്ത് ജമാഅത്തല്ല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പിരിയലും കൂടലും എല്ലാം അവന് ഇഷ്ടപ്പെടുന്നതായ ഒരു അമലാക്കി തീർക്കുമാറാവട്ടെ. ഇനിയും നമുക്ക് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തനതായ രീതിയിൽ ഇനിയും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅ വ അരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബ. തവഫനാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് മുഹമ്മദ് ദാരിമി ഒളവട്ടൂർ ആണ്. അതിനുശേഷം ഡോക്ടർ KK സക്കരിയ സലാഹിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. മുഹമ്മദ് ദാരിമിയെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വേദിയിലും സദസ്സിലും സന്നിഹിതരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, മറ്റു സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് ഉള്ള ഇസ്ലാഹി പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ കൂടലും ഈ പിരിയലും അള്ളാഹു അവന് പൊരുത്തപ്പെട്ട ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ തലയിൽ കെട്ടുകെട്ടി അഡ്രസ് ഇല്ലാത്ത ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചു പോയി എന്ന് നാളെ പറയേണ്ട. അതിനു വേണ്ടി പറയുന്നു, ഞാൻ ഒളവട്ടൂർ സ്വദേശിയാണ്. പുളിക്കയിൽ നിന്ന് ഇടത്തോട്ട് പോയാൽ എന്റെ നാടെത്തും ഒളവട്ടൂർ. ഒരു അറിയപ്പെട്ട നാടാണ് പണ്ട് കാലത്ത്. 1989 ഈ അടുത്ത ദാറുസ്സലാമിൽ നിന്ന് ബിരുദമെടുത്ത് 10-20 കൊല്ലത്തോളം ഒറിജിനൽ സമസ്തയിൽ പ്രവർത്തിച്ചു. ഈയിടെ അടുത്തായിട്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ടാകും, എന്തിന് മുജാഹിദായി? മുജാഹിദാവാനുള്ള കാരണം എന്ത്?
അതിന് മറുപടി പറയുന്നതിന് മുമ്പ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് സുന്നിയായി എന്നൊരാൾ ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ലല്ലോ. കാരണം എല്ലാവരും ഈ ദുനിയാവിൽ ജീവിക്കേണ്ടതും മരിക്കേണ്ടതും യഥാർത്ഥ സുന്നിയായിട്ടാണ്. സുന്നി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന 19 കൊല്ലത്തോളം പ്രവർത്തിച്ചിരുന്ന സുന്നി എന്ന് പേരുള്ള ആ സുന്നിയല്ല. യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, അതായത് സലഫുസ് സാലിഹീങ്ങളുടെ മാർഗം, ഇന്ന് അറിയപ്പെടുന്ന ഇസ്ലാഹി പ്രവർത്തകർ, ഇസ്ലാഹി പ്രവർത്തനം, മുജാഹിദ് ആശയം, അതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. ഇതുവരെ ഞാൻ സുന്നി ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ബിദഈ ആയിരുന്നു. ബിദഅത്ത് ജമാഅത്തിൽ നിന്ന് ഇന്ന് അൽഹംദുലില്ലാ വലിയ റാഹത്തിലാ സുന്നത്ത് ജമാഅത്തിലേക്ക് എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ അൽഫ മറ. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, എന്താണ് സുന്നി? ആരാണ് സുന്നി? നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സുന്നത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഭാവിയിൽ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാണ് സുന്നി എന്ന് പറയുന്നത്. അപ്പോൾ ആ സുന്നത്ത് ജമാഅത്തിൽ ഞാൻ അംഗമായി. ഒരു ദിവസം 17 വട്ടം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച റബ്ബേ ചൊവ്വായ മാർഗത്തിലേക്ക് എന്നെ നീ വഴി നടത്തണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്ന വിഷയത്തിൽ സമാധാനിക്കുന്ന ഒരു എളിയവനാണ് ഞാൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ബനൂ ഇസ്രായേൽക്കാർ 72 സമുദായമായി ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 പാർട്ടിയാകും. അതിൽ ഒരു പാർട്ടി മാത്രമേ സ്വർഗത്തിലുള്ളൂ, ഹക്കിന്റെ പാർട്ടിയുള്ളൂ. സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ ആ പാർട്ടി? നബി മറുപടി പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു കാര്യം വിശ്വസിച്ച് അംഗീകരിച്ചോ അത് അംഗീകരിക്കുന്ന ആളുകൾ, അവരാണ് ശരിയായ സ്വർഗത്തിന്റെ പാർട്ടി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ അതായത് ഇസ്ലാഹി പ്രവർത്തകർ, ആ പ്രവർത്തകരാണ് ഇന്ന് മഹാനായ സഹാബത്തും താബിഈങ്ങളും 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അംഗീകരിച്ചു പോരുന്ന യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അംഗീകരിക്കുന്നവർ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന സുന്നി എന്ന വാക്കല്ലാതെ സുന്നിയത്തില്ല എന്ന് പറയുമ്പോൾ എന്റെ പഴയ സുഹൃത്തുക്കൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, എന്റെ കൂടെ പഠിച്ച എന്റെ സുഹൃത്തുക്കൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അവരോട് ഞാൻ വളരെ വിനീതമായി പറയുന്നു, നിങ്ങളെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം. ബുദ്ധി ആർക്കും പണയം വെക്കരുത്. സ്വന്തം ബുദ്ധി കൊടുത്ത് ചിന്തിച്ചാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾക്ക് എല്ലാവർക്കും സുന്നിയാവാം. പക്ഷെ ഞാൻ യഥാർത്ഥ സുന്നിയായത് ഇവിടുത്തെ ഇസ്ലാഹി നേതാക്കന്മാരുടെ പുസ്തകം വായിച്ചിട്ടല്ല. ബഹുമാനപ്പെട്ട ബഷീർ താരിമി പറഞ്ഞതുപോലെ ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ പഠിച്ച് അതിലുള്ളതനുസരിച്ച് നോക്കിയപ്പോ തന്നെ ഇവിടുത്തെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകരാണെന്ന് പല തെളിവ് കൊണ്ടും നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അപ്പോൾ ചോദിക്കും, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമാണ്. എന്താണ് ബിദ്അത്ത്? ബിദ്അത്ത് എന്താണ്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ആദരണീയനായ പ്രസംഗകൻ നമ്മുടെ ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുത്തൻ ആചാരങ്ങൾ,
വകുല്ല ബിദ്അത്തിൻ ളലാല. റസൂലോ സഹാബത്തോ താബിഈങ്ങളോ കാണിച്ചു തരാത്ത പുതിയ ദീനിൽ കടത്തിക്കൂട്ടിയ പുതിയ ആചാരങ്ങൾ ചെയ്യുന്നവരാണ് ബിദ്അകൾ, ബിദ്അത്ത് ജമാഅത്ത്. അതാണ് ഖേദകരം പറയട്ടെ, ഇന്നത്തെ സുന്നികൾ എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ചെയ്തു വരുന്ന ആ പ്രവൃത്തി ഈ പുതിയ പ്രവൃത്തിയാണ്. ഇത് പറയുമ്പോൾ നമ്മളെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന, വർഷങ്ങളോളം ഇവിടെ പ്രവർത്തിച്ച എല്ലാ സുന്നികൾക്കും അറിയാം സുഹൃത്തുക്കളെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പുതുതായി ദീനിൽ കടത്തിക്കൂട്ടിയത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനിവിടെ അടുത്ത് പല കോഴിക്കോടും മാളിക്കടവിലും പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. ഈ ജോലി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇമാമത്ത് ഏൽക്കുമ്പോൾ ആദ്യം ചോദിക്കുക, ഇവിടെ ഇശായിന് ശേഷം ബാങ്ക് കൊടുത്തിട്ട് ഇവിടെ റാത്തീബുണ്ടോ, ഹദ്ദാദ് റാത്തീബുണ്ടോ, ഇവിടെ എങ്ങനെ പരിപാടി? അപ്പൊ അയാൾ പറഞ്ഞ് ഇവിടെ മുമ്പില്ലായിരുന്നു, നിങ്ങളെ മുമ്പ് വന്ന ആ ഉസ്താദാണ് ഇവിടെ ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കിയത്, ഇപ്പതെല്ലാവർക്കും വേണം, അതുകൊണ്ട് നിങ്ങളും ചെല്ലണം, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചണം, കാണാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. കാരണം 10-25 കൊല്ലമായിട്ട് ആ പള്ളി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന മൂല്യാർ മാത്രമാണ് ഇശാ ബാങ്ക് കൊടുത്തിട്ട് അവിടെ ഹദ്ദാദ് റാത്തീബ് ഉണ്ടാക്കിയത്. പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാം, 10-15 കൊല്ലമായി ഇവിടെ തുടങ്ങി മുട്ടിപ്പടി സലാത്ത്. ഞാൻ ആരും കുറ്റം പറയാൻ വേണ്ടി പറയല്ല, ഒരു എക്സാമ്പിൾ പറയാം. മുട്ടിപ്പടി സലാത്ത് റമദാൻ 27 അന്ന് എല്ലാ ജനങ്ങളെയും, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവിടെ പള്ളിയിൽ ഈത്തിക്കാഫ് കൊണ്ട് ധന്യമാക്കേണ്ട ആ രാത്രി ആ പാടത്ത് പോയിട്ട് സലാത്ത് ചെല്ലുന്നു. അവിടെ എന്താണ് സലാത്ത്, അവിടെ ചെല്ലുന്നത് എന്താണ് അന്ന് വിശദീകരിക്കാനുള്ള സമയമില്ല. ഞാൻ ആ ഒരു എക്സാമ്പിൾ പറയാം. ഈ 15 കൊല്ലം ആയി ആ പരിപാടി തുടങ്ങിയിട്ട്. എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് കാണുന്ന ഈ സുന്നികളും ഈ സ്ഥാപനങ്ങളും ഈ കോളേജും ഈ പണ്ഡിതന്മാർക്ക് എത്ര കാലം മുമ്പുണ്ട്? അവരാരും സുന്നികളായിരുന്നില്ലേ? അവരാരുടെയും മനസ്സിൽ ഉദിച്ചില്ലേ? റമദാൻ മാസത്തിൽ 27 രാവിലെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമുക്ക് ഭയങ്കരമായ ഒരു ഇന്റർനാഷണൽ തൗബ അവിടെ നടത്തണം, അതിൽ ഭയങ്കരമായ ഒരു സലാത്ത് സംഘടിപ്പിക്കണം എന്ന് ഈ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരിൽ മനസ്സിൽ ഉദിച്ചില്ല. അവർക്കൊന്നും ബുദ്ധിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ 15 കൊല്ലം മുമ്പ് ഈ ഏർപ്പാടുണ്ടായത്? ഈ നമ്മുടെ നാട്ടിലെ പല പള്ളിയിലും ദിക്ർ ഹൽക്ക എന്ന പേരിൽ പല വെള്ളിയാഴ്ച രാവിലെ ദിക്ർ ഹൽക്ക ഉണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഈ വിഭാഗവും എ ബി 2 വിഭാഗമായിട്ട് പിന്തിരിഞ്ഞപ്പോൾ സമസ്തയിൽ നിന്ന് ഒരു കൂട്ടര് അടർന്ന് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ് 6 ആള് പുറത്തുപോയി ഒരു സമസ്ത ഉണ്ടാക്കിയപ്പോൾ ആ ഗ്രൂപ്പുകാർ സാധാരണ നാട്ടിലുള്ള വയസ്സന്മാരെ ചാക്കിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് വെള്ളിയാഴ്ച രാവ് ഒരു സലാത്ത്. ഈ സലാത്ത് ഉണ്ടാക്കി ആ സലാത്തല്ലേ, നല്ല കാര്യമല്ലേ? നിസ്കരിക്കുകയാണെങ്കിലും ഇപ്പുറത്ത് മഗ്‌രിബ് കുറച്ച് വൈകിയാലും അല്ലെങ്കിൽ വേറെ നിസ്കരിക്കുന്ന ആളുകളെ മുന്നിന്ന് ഈ സലാത്ത് ഉച്ചത്തിൽ ചെല്ലുന്നു. ഈ സലാത്ത് ആരുണ്ടാക്കിയതാണ്? ആ നാട്ടിലെ വയസ്സന്മാരെ ചാക്കിലാക്കാൻ വേണ്ടി എ പി വിഭാഗം ഉണ്ടാക്കിയതാണ്. അവരുണ്ടാക്കിയപ്പോൾ എല്ലാ പള്ളിയിലും അതുണ്ടായി. മെനിയാന്ന് വളരെ ഖേദകരമായി പറയാം, എന്റെ നാട്ടിൽ ഒളവട്ടൂര് ഞാൻ ഒരു ഇസ്ലാഹി പ്രവർത്തകൻ എന്റെ മഹലിലുള്ളൂ. അതിന്റെ എല്ലാ ഭവിഷ്യത്തും കഷ്ടതകളും ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന് വേണ്ടി അതൊക്കെ സഹിക്കാം. 2-3 കൊല്ലം ഗൾഫിലായിരുന്നു. നോമ്പിന് തലേന്ന നാട്ടിലെത്തിയത്. ഞാൻ വരുന്നതിന് മുമ്പ് അവൻ മുജാഹിദായി എന്ന് പറഞ്ഞ് ആകെ ബഹിഷ്കരണം തുടങ്ങിയിരുന്നു. കുട്ടികളെ കളിയാക്കുക, വീട്ടുകാർ പുറത്തിറങ്ങുമ്പോൾ ആക്ഷേപിക്കുക, എല്ലാവരെയും അതായത് എന്തൊക്കെ ഇടങ്ങേറുണ്ടാക്കാൻ സാധിക്കുന്നു ആ ഇടങ്ങേറെല്ലാം. എന്നാലും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണമെന്ന അള്ളാഹുവിന്റെ ഖുർആൻ അത് ഉണ്ടാവുമ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഉണ്ടാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്റെ ഭാര്യ പ്രത്യേകമായി പറഞ്ഞതാണ്, നിങ്ങൾ മുജാഹിദായിക്കോളി, പക്ഷെ നിങ്ങളൊന്നും മുണ്ടണ്ട.
നിങ്ങൾ മുജാഹിദ് ആശയങ്ങൾ ഒന്നും ആരോടും പറയരുത്. നിങ്ങൾ മൗലൂദ് ഓതണ്ട, നിങ്ങൾ കുത്തുബൈത്ത് ചെയ്യലണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പള്ളിയിൽ പോയിക്കോളി. നിങ്ങൾ ആശയങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. പുറത്ത് പറയണ്ട. പുറത്ത് പറഞ്ഞാൽ നമുക്ക് വില ഉണ്ടാകൂല. നമ്മൾ വീണ് കിടന്നാൽ എടുത്തുകൊണ്ടാവാൻ ഒരാളുണ്ടാവില്ല. നമ്മളെ മഹല്ലില് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കണം എന്ന് എന്റെ ഭാര്യ എന്നെ ഉപദേശിച്ചു. ആദ്യം ഉപദേശിച്ചു, പിന്നെ ഭീഷണിപ്പെടുത്തി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇതിൽ തെറ്റുമില്ല എന്ന് പരിപൂർണമായി ബോധ്യമായി. അതിന് കിതാബുണ്ട്. ഇവിടെ ഷാഫി മദ്ഹബിന് കിതാബുണ്ട്, ശറഹുൽ മുഅദ്ദബുണ്ട്, അദ്കാറുണ്ട്, ഉമ്മുണ്ട്. ഇതെല്ലാം വിശദമായിട്ട് പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓരോ വിഷയവും നിങ്ങൾക്കറിയാം. ഓരോ വിഷയവും ഇവിടെ പ്രതിപാദിക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ തെളിവുണ്ട്. ഈ സംഘടനയിൽ വന്നാൽ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടും വിചാരിച്ചു പോകുന്നതല്ല. ഇത് ഇസ്ലാമിന്റെ തനതായ യഥാർത്ഥ ഇസ്ലാമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ആ ഇസ്ലാം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മുജാഹിദായിട്ട് ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്കെല്ലാം ഈ പരിപാടി ഉണ്ടാകുമ്പോൾ ഈ വാല് കേൾക്കുക, വന്നിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമല്ല നമുക്കുള്ളത്. നമ്മൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി നിങ്ങൾക്കറിയാം, ഈ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത് നാളെ മരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഗേറ്റ് കടക്കുമ്പോൾ 500 രൂപ പിടിച്ചോ, സമ്മേളനത്തിന് വന്നല്ലേ, ആരും തരുന്നില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് വന്നു ഇവിടെ? നാളെ മരിച്ചു പോകുമ്പോൾ നമുക്ക് സ്വർഗം ലഭിക്കണം. ആ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം, ഇതുപോലെ സംശയം ഉണ്ടാകുമ്പോൾ അത് വന്നിരിക്കുന്നതിന് പുറമെ ഓരോ വ്യക്തിയുടെയും പേരിൽ ബാധ്യതയാണ് ദഅവത്ത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കള്, ആ സുഹൃത്തുക്കള് തെറ്റ് ചെയ്യുമ്പോൾ മോനെ ഇത് ചെയ്യല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്മനസ്, ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മനുഷ്യന്മാർ നഷ്ടത്തിലാണ്. ആരോഗ്യ ഹക്ക് കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവരൊഴികെ. അപ്പോൾ വസിയത്ത് ചെയ്യുക എന്നുള്ള ധാർമ്മികമായ കടമ നമ്മളെ മേലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ നാട്ടിൽ മിനിയാന്ന് 4 ദിവസം മുമ്പാണ് മൊയ്തീൻ ശൈഖിന്റെ ആണ്ട്. എല്ലാ കൊല്ലം അവിടെ ആണ്ട് കഴിക്കലുണ്ട്. ഒരു ചെറിയ മൗലൂദ് പിരില. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മിനിയാന്ന് പള്ളിയിൽ മൈക്ക വെച്ചുകൊണ്ട് സുന്ദരമായിട്ട് ഉച്ചത്തിൽ കുത്തുബീത്ത് ഭംഗിയായി നിർവഹിച്ചു. അവിടെ 25 കൊല്ലമായി ആ പള്ളി ഉണ്ടായിട്ട്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു, ഒരു ബിദ്അത്ത് ഇങ്ങനെ വരുന്നത്, ഓരോ ബിദ്അത്ത് ദീനിൽ എങ്ങനെ വരുന്നത് ഇതുപോലെയാണ്. 25 കൊല്ലമായി പള്ളി ഉണ്ടായിട്ട് ആര് മരിച്ചാലും അടുത്ത വെള്ളിയാഴ്ച 70,000 ദിക്ർ ചെല്ലുക എന്നുള്ള കമ്മിറ്റിയാണ് പാസ്സാക്കി. പാസ്സാക്കി എത്ര കൊല്ലായി? 5 കൊല്ലായി. 25 കൊല്ലം മുമ്പ് ജുമാഅത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് ഇത് പാസ്സാക്കാൻ 20 കൊല്ലം താമസിച്ചു. എന്തേ കാരണം? അവിടെ കുറെ മുദ്രിസന്മാര്, ഭയങ്കരമായ പണ്ഡിതന്മാര് വാത് പറഞ്ഞ് വന്നുപോയി, ദർസ് നടത്തിപ്പോയി. ഓല മനസ്സൊന്നും ഉദിച്ചില്ല. എന്ത്? 70,000 വട്ടം ദിക്ർ ചെല്ലിയാൽ അത് നാട്ടുകാരെല്ലാവരും കൂടുമ്പോ വലിയ മുടക്കില്ല. ഒരു വീട്ടുകാർ ചെല്ലിച്ചാണെങ്കിൽ മോലിയാന്മാരെ വിളിച്ചണം, അതിന് 100-200 കൈമടക്ക് കൊടുക്കണം. അതുകൊണ്ട് ഏത് മനുഷ്യൻ സാധു മരിച്ചാലും ഒരു ജുമാ കഴിഞ്ഞിട്ട് 70,000 ദിക്ർ ചെല്ലിയാൽ ആ കൂലി കിട്ടുമല്ലോ എന്നുള്ള ബോധം അവിടെ ദർസ് നടത്തിപ്പോയ ഒരു മൗലവിന്റെയും മോലിയാരുടെയും മനസ്സിൽ കടന്നുകൂടില്ല. 5 കൊല്ലം മുമ്പ് ഉണ്ടായി. എന്ത്? ഈ ദിക്ർ ഏർപ്പാട്. എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഞങ്ങൾ അടുത്ത മഹലുണ്ട്, മങ്ങാട്ടുമുറി എത്തിങ്ങാന ഓർഫനേജ്, അവിടെ ഇല്ല. കാരണം അവിടെ പള്ളി ഭരിക്കുന്നവര് അല്പം ബോധമുള്ള ആളുകളാണ്, കുറച്ചൊരു ബോധമുള്ള ആളുകളാണ്. അതുകൊണ്ട് എന്നാൽ മിനിയാന്ന് അവിടെ കുത്തുബൈത്ത് നടന്നു. ഇക്കാലം വരെയായിട്ടും അവിടെ കുത്തുബൈത്ത് നടന്നിട്ടില്ല. മിനിയാന്ന് കുത്തുബൈത്ത് ഉണ്ടായി. ഇനി തുടങ്ങും, അടുത്ത കൊല്ലം ഉണ്ടാകും കുത്തുബൈത്ത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ സാധുക്കള്, അവിടുത്തെ പള്ളിയിലെ മുദരിസ് ഉണ്ട്, അയാൾക്കറിയാം എന്താണ് ഈ കുത്തുബൈത്ത് ചെല്ലണതെന്ന്. എന്നാൽ ആ പാവങ്ങളാണ് അവര്, അവർക്കറിയില്ല. ആ പാട്ടാണ് പാടി. എന്താ പാട്ടിന്റെ അർത്ഥം ഇതിലുണ്ടോ? ആകാശഭൂമികൾ നരുവിയും മയവും വർഷിപ്പിക്കുന്ന മഹാനവർകളെ എന്ന് മൊയ്തീൻ ശൈഖിനെ വിളിച്ചു പറയുമ്പോൾ വിളിക്കപ്പെടുന്നതിൽ ഏറ്റവും ഉത്തമരായ മൊയ്തീൻ ശൈഖ് എന്ന് പറഞ്ഞ അവര് തൊള്ള നിറച്ച് യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ചു പാടുന്നു. ആ പാവങ്ങൾ അറിയുന്നില്ല. ഈ മൂല്യം പറയണ്ടോ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പൊ പ്രത്യേകം ചിന്തിക്കേണ്ട വിഷയം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, സമയം വൈകി. ഇവിടെ സുന്നിയും മുജാഹിദും തമ്മിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നം ഇസ്തിഗാസയാണ്. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു നിർത്താം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം അഭ്യർത്ഥിക്കുക. ഉദാഹരണം, മൊയ്തീൻ ശൈഖേ എന്നെ രക്ഷിക്കണേ,
ബദരീങ്ങളെ കാക്കണേ, മമ്പോർത്ത് തങ്ങളെ. ഇവിടെ എനിക്ക് ഉണ്ടോ അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ മമ്പർ അടുത്തായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം മമ്പോർ തങ്ങളിൽ നിന്ന് വിളിക്കലുണ്ട്. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഈ പ്രാർത്ഥന മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഒരു സന്നിധി ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിധി എന്താണ്? സുന്നികൾ പറയുന്നു അത് ജായിസാണ്. എന്താ ജായിസ് എന്ന് പറഞ്ഞാല് അത് അനുവദനീയമാണ്, പ്രത്യേകിച്ച് കൂലിയില്ല, എന്നാൽ വിളിച്ചില്ലെങ്കിൽ പ്രത്യേക ദോഷവുമില്ല, അത് ജായിസാണ്. എന്നാൽ ഇസ്ലാഹി പ്രവർത്തകർ പറയുന്നു വലാ തദൂ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോട് കൂടെ ആരെയും വിളിക്കരുത്, അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകുന്ന കാര്യമാണ്. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ. ഇവിടെ എന്താണ് ചിന്തിക്കേണ്ടത്? ഇവിടെ സാധാരണക്കാരുണ്ടാവും ഇരിക്കണോല്. ഞങ്ങളും കിതാബൊന്നും ഓതിട്ടില്ല, ഞങ്ങൾ സാധാരണക്കാരനാണ്, രാവിലെ പണിക്ക് പോകും, വൈകുന്നേരം വരും. നിങ്ങൾ മുജാഹിദുകൾ പറയുന്നു അത് ശിർക്കാണ്, സുന്നികൾ പറയുന്നു അത് പാടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യണം, ഞങ്ങൾ കിതാബ് ഓതിയില്ലല്ലോ എന്ന് ചില സാധാരണക്കാരൻ ചോദിച്ചാൽ എന്റെ സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് ഇവിടുന്ന് നാളാണ് പോകേണ്ട കാര്യമാണ്. ഇവിടെ എന്നും കാലത്ത് ഉണ്ടാവില്ല. ഒരാള് മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സുന്നികൾ പറയുന്നത് ജായിസാണ്, സുന്നത്ത് പോലും ഇല്ല. വിളിച്ചാലും കുഴപ്പമില്ല, വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ എന്തിനാ റിസ്ക് ഏറ്റെടുക്കണം? ഇവിടെ മുജാഹിദുകൾ പറയുന്നത് ശിർക്കാണ്, പെട്ടുപോകും മക്കളെ. അപ്പൊ സംശയിച്ചാണ്ട് പെട്ടുപോകും, ഉറപ്പന്നെയാണ്, കുറ്റാണ്, തെറ്റാണ്. മറ്റൊരു പറഞ്ഞ ജായിസാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാടന്മാർ ചിന്തിക്കേണ്ടത്, അല്പം പടച്ചോനെ പേടിയുള്ള ബോധമുള്ള മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് ആ പണിയാണ് നിർത്തുക. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാം. മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മഹാനായ ഭയങ്കരമായ വലിയ പണ്ഡിതനാണ്, 4 കിതാബ് ഉണ്ടാക്കിയ മഹാനാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പ്രമേയം അദ്ദേഹം പല 75ഓളം പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി കിതാബുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം മഹാനാണ്. പക്ഷേ അദ്ദേഹത്തെ ബഹുമാനിക്കണം, ഇകഴ്ത്തുകയല്ല, അദ്ദേഹത്തെ മോശമാക്കുകയല്ല. പല ആളുകളും പറയുന്നത് മുജാഹിദിനെ ആക്ഷേപിക്കുന്ന മൊയ്തീൻ ഷേഖൊന്നും ബഹുമാനിക്കാത്ത ആളുകളാണ്, അവരെ ആദരിക്കാത്ത ആളുകളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ മൊയ്തീൻ ഷേഖ് മഹാനാണ്, പണ്ഡിതനാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കണം. പക്ഷെ ബഹുമാനിക്കൽ അദ്ദേഹം പറഞ്ഞ ആശയം അംഗീകരിക്കണം, അല്ലാതെ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കലല്ല. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇമാതിരി റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ആ വിളി ഒഴിവാക്കിയിട്ട് നാളെ ഖിയാമത്താണ് ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കോ, എന്താണ് നീ മൊയ്തീൻ ഷേഖിനെ വിളിക്കാഞ്ഞ്, ജിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാറിക്ക് എന്ന് പറയില്ല സുഹൃത്തുക്കളെ, ആരോടും പറയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈമാൻ തെറ്റിപ്പോണ വിഷയം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ആ വിഷയം പറഞ്ഞ് അധികം കുളമാക്കുന്നില്ല. ഇമാതിരി ഈമാൻ തെറ്റിപ്പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ കാര്യങ്ങളിൽ അല്പം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് വിശ്വസിച്ച് യഥാർത്ഥ സുന്നിയായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച മുഹമ്മദ് ദാരിമി ഒളവട്ടൂരും ഇതേ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ നിന്നും 1989 ദാരിമി ബിരുദം പൂർത്തിയാക്കി കാഞ്ഞങ്ങാട് തെക്കേപ്പുറം, കോഴിക്കോട് മാളിക്കടവ്, കൊണ്ടോട്ടി, മുത്തവല്ലൂർ എന്നീ മഹല്ലുകളിൽ ജോലി ചെയ്തവരാണ്. അതെ, അന്ധവിശ്വാസനാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കരകയറിക്കൊണ്ട് സലഫി പാതാവിലേക്ക് കടന്നുവന്ന് ആദർശവാഹകരായ ഈ ധാരിമികൾക്ക് പടച്ചതമ്പുരാൻ മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ കെ സക്കരിയ സലാഹി അവர்களാണ്. അദ്ദേഹത്തെ പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, മതവിദ്യാർത്ഥികളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൽപ്പടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് പഠിക്കുകയും സമസ്തക്കാരുടെ കൂടെ എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും കുറെ കാലം ജീവിക്കുകയും പിന്നീട് സത്യം ബോധ്യപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് സധൈര്യം കടന്നു വരികയും ചെയ്ത നമ്മുടെ ദാരിമിമാരും പിന്നെ നമ്മുടെ ബാഖവിയും എല്ലാവരും ഒരുമിച്ച് കൂടി തങ്ങളുടെ അനുഭവങ്ങൾ, അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഈ സായാഹ്നം എന്തുകൊണ്ടും സന്തോഷ നിർഭരമാണെന്ന് പറയാതെ വയ്യ. എനിക്കെന്റെ പണ്ഡിത സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു പ്രയാസത്തിലേക്കാണ്. നിങ്ങളിവിടെ സുഖവും സന്തോഷവും ലഭിക്കും എന്ന് കരുതേണ്ടതില്ല. നിങ്ങൾ നേരത്തെ മുഹമ്മദ് ദാരിമി പറഞ്ഞതുപോലെ ബഹിഷ്കരണങ്ങളും ഭീഷണികളും പലതും നിങ്ങൾ കേൾക്കേണ്ടി വരും. എന്നു മാത്രമല്ല, ഇതുവരെ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ ബഹുമാന്യരായി അംഗീകാരവും ആദരവും ഉള്ളവരായി ജീവിച്ചിരുന്നുവെങ്കിൽ അത്ര വലിയ അംഗീകാരവും ആദരവും ഒന്നും മുജാഹിദ് സുഹൃത്തുക്കളിൽ നിന്ന് ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. അറിവുള്ളവരെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് മുജാഹിദുകൾ പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അതൊരു പൗരോഹിത്യത്തിലേക്ക് പോകരുത് എന്ന് മുജാഹിദുകൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. ഉസ്താദ്മാര് പറഞ്ഞാൽ തിരുവായിക്കെതിരുവായില്ലാതെ വിഴുങ്ങണമെന്നാണ് മുസ്ലിയാക്കന്മാർ പണ്ടേ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഉസ്താദിനോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ടുപോലും ഉസ്താദെ ഖുർആനിൽ അങ്ങനെയുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. പണ്ടൊക്കെയാണെങ്കിൽ ചോദിച്ചാൽ അവര് പറയും, നമുക്ക് നീ ജാഹിലല്ലേ, ഞാനല്ലേ ആലിമ്, ഞാൻ പറഞ്ഞത് കേട്ടാ പോരെ എന്നായിരുന്നു പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും പറയില്ല. കാരണം എന്താ, ആള് മുജാഹിദായി പോകുമെന്ന് പേടിച്ചിട്ട്, വേറൊന്നുമല്ല. ദേഷ്യം ഉണ്ടാവും, ഒരു ചോദ്യം, ഒഹാബി ചോദ്യം, എവിടുന്നൊക്കെ മുജാഹിദ് കേസറ്റ് കേട്ടിട്ടുണ്ടാവും എന്ന് ഉള്ളിലുണ്ടാവും. അതൊക്കെ നമുക്ക് നോക്കാൻ, നമുക്ക് പരിഹരിക്കാന്ന്. നിങ്ങളെ വാപ്പല്യപ്പാരില്ലേ ഇവിടേക്ക് സുന്നത്തിയമായത്തിന്റെ ആളുകള്, നിങ്ങളല്ലേ ഈ പള്ളിയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ സോപ്പിട്ട് മിനിക്കങ്ങ് വിടുകയെന്നല്ലാതെ പണ്ടത്തെ പോലെ മറുപടി പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുക എന്നത് ചോദ്യം ചെയ്യുക എന്ന അർത്ഥത്തിലല്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും, ഓനൻ തന്നെ ചോദ്യം ചെയ്തത്. ചോദിക്കുക എന്ന് പറയണം, ചോദ്യം ചെയ്യുക എന്ന് പറയണം, രണ്ടും വ്യത്യാസം അല്ലേ. പോലീസ് സ്റ്റേഷനിൽ ചെന്ന SIന്റെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ, ചെരുപ്പ് ഊരിയാലും കുറ്റം, ഊരിയിലെങ്കിലും കുറ്റം എന്ന് പറഞ്ഞ മാതിരി അത് ചോദ്യം ചെയ്യലാണ്. പിന്നെ കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് പിന്നെ 4 ചോദ്യം, ഉത്തരം പറയുമ്പോൾ അടുത്ത ചോദ്യം വരും. എന്ത് ഉത്തരം പറഞ്ഞാലും അതിന് മറുചോദ്യം വരും. അതാണ് ചോദ്യം ചെയ്യൽ. യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ആളുകൾ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോ പണ്ഡിതനാണെന്നും അറിവുള്ള ആളാണെന്നുള്ള ബഹുമാനത്തോടുകൂടി തന്നെ ചോദിക്കാം. പക്ഷെ എന്നാലും ചിലർക്ക് ദേഷ്യം വരും. അതുകൊണ്ട് നിങ്ങളോട് ആളുകൾ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ അതൊരിക്കലും തന്നെ നിങ്ങൾ അവഹേളിക്കാനാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കാത്തത് കൊണ്ടാണെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ഇതുവരെ നിങ്ങളെ ബഹുമാനിച്ചതുപോലെ ഒരു പക്ഷേ മുജാഹിദ് സുഹൃത്തുക്കൾ നിങ്ങളെ ബഹുമാനിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നേരത്തെ മുഹമ്മദ് ദാരിമി പറഞ്ഞതുപോലെ വലിയ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസം ചിലപ്പോൾ ഉണ്ടാവും, അതുപോലെ ശാരീരികമായ ഉപദ്രവങ്ങൾ ചിലപ്പോൾ ഏൽക്കേണ്ടി വരും. കുടുംബങ്ങൾ അതിന്റെ പേരിൽ ബഹിഷ്കരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഭാര്യ വരെ പറയാണ്, നിങ്ങൾ ഗൾഫിൽ നിന്ന് മുജാഹിദിന്റെ പൊതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോ അത് ഇവിടെ അയക്കല്ലോ കേട്ടോ. കാരണം എന്താ, നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. കാരണം അവരാരെ പേടിക്കുന്നത്? അള്ളാനല്ലേ പേടിക്കുന്നത്, നാട്ടുകാരെ പേടിക്കാണ്. യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ നാട്ടുകാരുടെ കോപം ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, മൻ അർളന്നാസ ബിസഖത്തില്ല, അള്ളാഹുവിന്റെ കോപത്തിനു പകരമായി ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞാൽ
അള്ളാന്റെ കോപം ഉണ്ടായാലും കുഴപ്പമില്ല, ജനങ്ങൾ തൃപ്തിപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച നിലപാടുകൾ സ്വീകരിച്ചാൽ സഖിതല്ലാഹു അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും. വസ്ഖതന്നാസ അലൈഹി, ജനങ്ങൾക്കും അവനോട് പിന്നീട് കോപം ഉണ്ടാവും. കാരണം ജനങ്ങളെ അവനോട് കോപമുള്ളവരാക്കി അള്ളാഹു മാറ്റും. കണ്ടങ്ങള്, അപ്പൊ അള്ളാഹു കോപിച്ചാലും വേണ്ടില്ല, ജനങ്ങൾ തൃപ്തിപ്പെട്ടാൽ മതി. അളിയൻ തൃപ്തിപ്പെടണം, അമ്മോശം തൃപ്തിപ്പെടണം, നാട്ടുകാർ തൃപ്തിപ്പെടണം, പള്ളിക്കമ്മിറ്റി തൃപ്തിപ്പെടണം, അത് മതി എന്ന് വിചാരിച്ചാൽ അള്ളാന്റെ കോപമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അള്ളാന്റെ കോപത്തോടെ മരിച്ചാളെ സ്ഥിതി എന്താണ്? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നേരെ ഓപ്പോസിറ്റും പഠിപ്പിച്ചു. വമൻ അസ്ഖതന്നാസ ബിരിദല്ലാഹ്, എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് അതിന് പകരമായിട്ട് ജനങ്ങളെ കോപം അയാൾ വാങ്ങിയാലോ, എന്നാൽ റളിയല്ലാഹു അൻഹു, അള്ളാഹു അയാളെ കുറിച്ച് തൃപ്തിപ്പെടും. മാത്രല്ല കുറെ കഴിയുമ്പോ ആളുകളും അയാളെ തൃപ്തിപ്പെടും. വർണ്ണനാസാനു, കാരണം അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് തൃപ്തിയുള്ളവരാക്കി ജനങ്ങളെ മാറ്റും. കണ്ടോ? അതുകൊണ്ട് എന്റെ പണ്ഡിത സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് ജനങ്ങളുടെ കോപം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ജനങ്ങളെ കോപം അത് നിങ്ങൾ സ്ഥായിയായ കോപമല്ല, അത് നിങ്ങൾ പേടിക്കരുത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. ലാ യംനഅ അഹദുക്കും മഖാഫത്തുൻ നാസി അൻ യഖൂല ബിൽ ഹഖ് ഇദാ അലിമഹു ഔ റആഹു, നിങ്ങൾ ഒരാളെയും തടയാതിരിക്കട്ടെ മഖാഫത്തുൻ നാസ്, ജനങ്ങളെ കുറിച്ചുള്ള പേടി. ജനങ്ങൾ എന്ത് വിചാരിക്കും, ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും, അവർ മുഷിയുമോ, അവരെന്റെ അന്നം മുടക്കുമോ, അവരെന്റെ ബഹുമാനിക്കാതാകുമോ, അവരെന്റെ സീറ്റ് കുളച്ചു കളയുമോ. ഈ പ്രസംഗം കേൾക്കുന്ന എത്രയോ ആളുകൾക്ക് ബഷീർ ദാരിമി പറഞ്ഞത് ശരിയാണ്, മുഹമ്മദ് ദാരിമി, ഹുസൈൻ ദാരിമി ഒക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പോയാൽ എന്തായിരിക്കും സ്ഥിതി? അത് വിചാരിച്ചിട്ട് അവരവിടെ നിൽക്കുന്നത്. അള്ളാനെ പേടിച്ചിട്ടല്ല, ജനങ്ങളെ പേടിച്ചിട്ട് അവർ നിൽക്കുന്നത്. പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഈ കൗമിന്റെ ഇടയിൽ അത് പറഞ്ഞ നമ്മൾ അങ്ങ് ഒറ്റപ്പെട്ടു പോകൂലേ? അപ്പൊ ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ. സത്യം തുറന്നു പറയുന്നതിന് ഇതാ അലിമഹു റആഹു, അവനത് മനസ്സിലാക്കുകയും അത് കണ്ടറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ കണ്ടറിഞ്ഞ മനസ്സിലാക്കിയ സത്യം ജനങ്ങളെ പേടിച്ച് മൂടി വെക്കുന്നവർ അള്ളാഹുവിന്റെ കോപമാണ് ഏറ്റുവാങ്ങുന്നത്. അവർക്കൊരു പക്ഷേ ജനങ്ങളുടെ തൃപ്തിയും ജനങ്ങളുടെ ആദരവും ഒരുപക്ഷേ ദുനിയാവിൽ ലഭിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കൾ ആ മഹനീയ മാതൃകയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ ഞാന് ഈ പറഞ്ഞ സമസ്തക്കാരുടെ കൂടെ ഒരു ദിവസം പോലും ജീവിച്ച പാരമ്പര്യമില്ലാത്ത ഒരാളാണ്. മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച, മുജാഹിദ് സാമ്രാജ്യത്തിൽ വളർന്ന ആളാണ്. എന്റെ പ്രദേശം എടത്തനാട്ടുകരക്കാണ്, തലനെല്ലൂർ പഞ്ചായത്തിലെ എടത്തനാട്ടുകര ഏരിയയാണ്. 22 മഹല്ലുകൾ ഒന്നിച്ച് മുജാഹിദാണ്. അതിന്റെ ഇടയിൽ ഒരൊറ്റ സുന്നി മഹല്ലുമില്ല. ഞാൻ സുന്നിയാണ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വ്യക്തി പോലും അതിന്റെ ഇടയിലില്ല. പിന്നെ എന്റെ അതിരുകളിലൊക്കെ ഉണ്ട്, ഉള്ളിലില്ല. അതിരുഭാഗങ്ങളിലൊക്കെ പിന്നുണ്ട്. അങ്ങനത്തെ ഒരു നാട്ടിൽ വാപ്പ മുജാഹിദ്, വാപ്പാന്റെ വാപ്പ മുജാഹിദ്, ഉമ്മ മുജാഹിദ്, ഉമ്മാന്റെ വാപ്പ മുജാഹിദ്, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് എനിക്കൊരിക്കലും ഈ സമസ്തക്കാരുടെ അനുഭവമില്ല. എന്ന് മാത്രമല്ല, ഇടവണ്ണയിൽ പഠിക്കാൻ വരുമ്പോഴാണ് ഖുറാഫിസത്തെ വിമർശിക്കാൻ വേണ്ടി പഠിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടോ അനുഭവിച്ചിട്ടോ അറിവില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഈ ചങ്ങായിമാര് പറയണേ. മാലെങ്ങനെ ഉണ്ടല്ലേ, മൗലിനെങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ പിന്നീട് പഠിക്കുകയാണ്, വിമർശിക്കാൻ വേണ്ടി പഠിക്കേണ്ടി വരികയാണ്. അങ്ങനത്തെ എനിക്ക് ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത്. ബഷീർ ദാരിമി പറഞ്ഞതുപോലെ അറിഞ്ഞ സത്യങ്ങൾ തുറന്നു പറയാൻ അനുവദിക്കുന്ന വലിയ ഒരു പ്രസ്ഥാനം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. കിതാബിലുള്ളത് മൂടി വെച്ച് ജീവിക്കുകയാണ്, മനസ്സാക്ഷിക്കെതിരെ പ്രവർത്തിക്കുകയാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ എന്ന് ഈ പണ്ഡിത സുഹൃത്തുക്കളെ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അല്ലെ, നാട്ടുകാരെ ചോറും തിന്നിട്ട് കിതാബ് ഓതുക, എന്നിട്ട് ആ കിതാബിലുള്ള സത്യം നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാതെ മൂടിവെക്കുക. എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ജനങ്ങളെ ചെലവിലാ കിതാബ് ഓതുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ നന്ദി ദാറുസ്സലാം എന്ന കോളേജ് നടക്കുന്ന ഇവിടുത്തെ പ്രധാന വരുമാനം എന്താ അറിയോ? ശിർക്കിന്റെ പണം. അതേതാ? കോഴിക്കോട്ട് അപ്പവാണിപ നേർത്ത് നടക്കുന്ന ജാറത്തിന്റെ പൈസ കണ്ണപ്പം, കാലപ്പം, കയ്യപ്പം, മൂക്കപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവർ സായിദ് ദാരിമി എന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്, ഇവിടെ മുമ്പ് പഠിച്ചു പോയാൾ, ഈ പരിസരത്ത് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് മക്കൾക്കടുത്തുള്ള റാബ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ദഅ്വാ സെന്ററിൽ ദായിയായി ജോലി ചെയ്യാണ്. ഞാൻ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, റസീദ് ചെയ്തിട്ട് കൈ കുഴങ്ങുന്നു നേർച്ചന്റെ അന്ന്. ഗാന്ധി ദാറുസ്സലാമൊക്കെ അതിന്റെ വരവ്. അപ്പൊ അന്ന് കിട്ടുന്ന നേർച്ചയ്ക്ക് ആ ശിർക്കിന്റെ പണം കൊണ്ടാണ് ഇവിടെ ആളുകൾ പഠിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് കൊടുക്കാനും പുറക്കാനും പിരിക്കാനും എന്ന് പറഞ്ഞ ശിർക്കിന്റെ പണം. ജാറത്തിൽ വരുന്ന വരുമാനത്തെ കുറിച്ച് കിതാബിൽ വല്ലതും ഉണ്ടാവുമോ? ജാറ ഇസ്ലാമിൽ ഉണ്ടായിട്ട് വേണ്ട അതിന്റെ വരുമാനത്തെ കുറിച്ചുള്ള മസാല തഖ്ലീദ് ഒരു പഠനം വന്ന മുജാഹിദുകൾ ഇറക്കിയ പുസ്തകത്തില് വളരെ
മുമ്പുണ്ടായ ഒരു ഫത്വയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 1970-കളിലാണെന്ന് തോന്നുന്നു. സമസ്തയിലെ ഒരു മഹല്ലിൽ ഒരു പ്രശ്നം ഉണ്ടായി. ജാറ കമ്മിറ്റിയും ജാറത്തിൽ മറമാടപ്പെട്ട ആളുടെ കുടുംബവും തമ്മിൽ തർക്കം. പൈസ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങളൊപ്പാപ്പല്ലേ ഇതിൽ കിടക്കണമെന്ന് മരിച്ച ആളെ കുടുംബക്കാര്, ജാറത്തിൽ മറമാടപ്പെട്ട ആളെ കുടുംബക്കാര് ഞങ്ങളാണ് പരിപാലന കമ്മിറ്റി, ഞങ്ങൾക്ക് കിട്ടണം. എന്നിട്ട് രണ്ടു കൂട്ടരും സമസ്തയെ സമീപിച്ചപ്പോ രണ്ടു കൂട്ടർക്കും അനുകൂലമായ ഫത്വ കിട്ടി. കാരണം എന്താ? ഇത് കിതാബിലില്ലാത്ത വിഷയല്ലേ. കാലകീല എന്തും പറയാലോ. കമ്മിറ്റിക്കാർ നല്ലോണം സോപ്പടിച്ചവർക്ക് കമ്മിറ്റിക്കാർക്ക് ഫത്വ, മറ്റവർക്ക് ഒറ്റ അവസാനം മധ്യസ്ഥ പറഞ്ഞു പകുതി നിങ്ങൾ എടുത്തോളി, പകുതി നിങ്ങൾ മറ്റോളെടുത്തോളി. നോക്കാൻ നിങ്ങൾ ഇസ്ലാമിലില്ലാത്തൊരു കാര്യം, ഇസ്ലാമിൽ ജാറത്തിനെ കുറിച്ചോ ജാറത്തിലുള്ള വരുമാനത്തെ കുറിച്ചോ ചർച്ച ഉണ്ടോ? കള്ളുടിക്കുമ്പോ ബിസ്മി അല്ലണോ ചെല്ലണ്ടേ എന്നൊരു തർക്കം ഇസ്ലാമിലുണ്ടാവുമോ? കള്ളന്നെ ഹറാമാ, പിന്നെ അവിടെ ബിസ്മി അല്ലണോ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയണോ തർക്കം ഉണ്ടാവുമോ? എന്നതുപോലത്തെ തർക്കാണ് സമസ്തക്കാർക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. വാസ്തവത്തിൽ മനസ്സാക്ഷിക്കെതിരെ പ്രവർത്തിച്ച് അറിഞ്ഞ സത്യങ്ങൾ മൂടി വെച്ച് ഒരുതരം കാപട്യത്തിന്റെ ഉറ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹൃദയങ്ങൾക്ക് സീല് വെച്ചിരിക്കുകയാണ്. സത്യങ്ങൾ കേറാത്ത വണ്ണം. മാത്രല്ല തിന്നുന്ന ഭക്ഷണം എന്താ? മരിച്ചോടത്ത് കിട്ടുന്ന ഓശാരപ്പണം, ജനിച്ചോടത്ത് ഓശാരപ്പണം, മൗലൂദിന്റെ പണം, മാലന്റെ പണം, അല്ലേ? കണ്ണോക്കിന്റെ ചോറ്, അല്ലെങ്കിൽ കണ്ണോക്കിന്റെ പായസം, 70,000 ദിക്റിന്റെ വക. ഇങ്ങനെ ബിദ്അത്തും ശിർക്കും കുഫറും കലർന്ന ദുരാചാരങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവരെ പ്രധാന വരുമാന മാർഗം. അവർക്ക് സത്യം മനസ്സിലാകണമെങ്കിൽ അതിന്റെ നിന്ന് പുറത്തു വരണമെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. മാത്രല്ല ഒക്കെ കേട്ടാലും മുജാഹിദികളെ പ്രസംഗമൊക്കെ കേട്ടാലും തിരിഞ്ഞു നടന്നിട്ടോല് ചിന്തിക്കും, എന്നാലും നമ്മളൊക്കെ ഉസ്താദുമാർ ഇങ്ങനല്ലേ പഠിപ്പിച്ച്, ബഹുമാനപ്പെട്ട കണ്ണിയത്തു ഈക്കൊക്കെ അവരല്ലേ എന്ന്. ഇനിയിപ്പോ നമ്മൾ ഓൽക്കെതിരെ ചിന്തിച്ച് ഓലക്കാൾ വലിയ ആളാകലല്ലേ. നമ്മളിപ്പോ നിന്ന് പുറത്തുപോയ ഉസ്താദന്മാരെ കുരുത്തക്കേട് തട്ടൂലേ, ഉസ്താദന്മാർക്കെതിരെ ചിന്തിച്ച കുറ്റുണ്ടാവൂലേ. ഇങ്ങനെയൊക്കെ സാധുക്കൾ ചിന്തിക്കുന്നത്. അറിഞ്ഞ സത്യത്തിനെതിരിൽ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്ന ന്യായാണ്. എടോ നീ ഇപ്പൊ വലിയ ആളാകുക, നിന്നെ പഠിപ്പിച്ച ഉസ്താദന്മാരെക്കാളും വലിയ ആളാകുക, ഈ കേൾക്കുമ്പോ തിരിയായിട്ടാ കണ്ണിയത്തിന് തിരിയാഞ്ഞിട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇബ്ലീസ്. അപ്പൊ പിന്നെ എന്നാ ശരി ഞാൻ ഇവിടെ തന്നെ നിൽക്കുക എന്ന് വിചാരിച്ച് അവിടെ തന്നെ അള്ളിപ്പിടിച്ച് മനസ്സാക്ഷിക്കെതിരെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ സുഹൃത്തുക്കള്. വാസ്തവത്തിൽ ആലോചിച്ച ആ സങ്കടം തോന്നിപ്പോകും. പടച്ചോനെ ഓതുന്ന കിതാബിലുള്ള സത്യങ്ങള് ആളുകളെ മുമ്പിൽ പറയാൻ മനസ്സാക്ഷിക്കത്തില്ലേ ഇവർക്കൊക്കെ സന്തോഷമാണ്. ഇപ്പൊ എന്താ പഠിച്ച കാര്യങ്ങൾ പുറത്തു പറയാലോ. നേരത്തെ ദാരിമി പറഞ്ഞില്ലേ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ആദ്യം വിളിച്ചോണ്ട് വെച്ചൊരു പ്രത്യേക ട്യൂഷൻ കൊടുക്കുന്ന അത്ര മൂപ്പര് വിചാരിച്ച്. അങ്ങനെ പലരും വിചാരിച്ചില്ല. കാരണം ഇവർ പഠിപ്പിക്കപ്പെട്ട എന്താറിയോ, മുജാഹിദീകൾ ആശയം എന്ന് പറഞ്ഞാൽ മുജാഹിദ് സെന്ററിൽ മൗലവിമാരൊക്കെ മീറ്റിംഗ് കൂടും, എന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇന്ന അഭിപ്രായം ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ ആദർശ പുസ്തകം അതിങ്ങനെ ജില്ലാ കമ്മിറ്റിക്ക് അയച്ചിട്ട് ജില്ലാ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ഊട്ടി കമ്മിറ്റിക്ക്, എന്നിട്ട് അതിങ്ങനെ വായിച്ച് നിത്യേന ജബലീകര ബുക്ക് വായിക്കും പോലെ അതിങ്ങനെ വായിച്ചിട്ട് അതനുസരിച്ച് ആ പ്രസംഗന്മാരൊക്കെ പ്രസംഗിക്കൽ എന്നാണ് ഈ സാധുക്കൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നമ്മളെ ഹമദാനി ഉണ്ടല്ലോ NDF എന്ന് പോന്നെ, അദ്ദേഹം മുജാഹിദ് സെന്ററിൽ AP അബ്ദുൽ ഖാദർ മൗലവിയെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചല്ല സർ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച ഖുർആൻ സുന്നത്ത് പ്രബോധനം ചെയ്ത് മുന്നോട്ട് പോയിക്കോ. അദ്ദേഹം വിചാരിച്ചപ്പോ ഒരു ബുക്ക് കിട്ടും, ഇത് നോക്കിയാ പ്രസംഗിക്കേണ്ടത്. അങ്ങനത്തെ എഴുതി തയ്യാറാക്കിയ ആദർശ പുസ്തകം ഞങ്ങൾക്ക് ഇല്ല കൂട്ടരെ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും എന്താണോ തെളിയുന്നത്, ആദിമ തലമുറയിൽപ്പെട്ട മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. ഇത്ര കൃത്യമായ ആദർശത്തിന്റെ അടിത്തറ പറയാൻ ധൈര്യമുള്ള ഏതൊരു പ്രസ്ഥാനമാണ് ഈ നാട്ടിലുള്ളത്? ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് അല്ലേ? ഇസ്ലാം സമഗ്രമായി അവതരിപ്പിക്കുന്ന ആളുകള് അല്ലേ? എല്ലാ ആഗ്രഹവും സമമാണവർക്ക്. വളരെ സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ശക്തിയാണ്, വ്യക്തിയാണ്, യുക്തിയാണ്, മുക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ കുറച്ചു നേരം ജമാഅത്തിനോട് സംസാരിച്ചാൽ നിങ്ങൾ ടി മുഹമ്മദ് സാഹിബിന്റെ മറ്റത് വായിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്ന് വായിക്കണം. പിന്നെയും കുറച്ച് സംസാരിച്ചു, ഖുത്ബാത്ത് വായിച്ചിട്ടുണ്ടോ? അബുല്ലാല മൗദൂദ് സാഹിബിന്റെ ഇല്ല, അതൊന്ന് വായിക്കണം. പിന്നെയും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് കാരിന്റെ മറ്റേ ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ ജമാഅത്ത് കാളമൂത്ര സാഹിത്യം വായിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. എന്നാൽ ഞങ്ങൾ പറയുന്നു, മുജാഹിദുകളുടെ ഒരു പ്രസിദ്ധീകരണവും നിങ്ങൾ വായിക്കാതെ. ഇവിടെ പ്രസംഗിച്ച സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു ഇസ്ലാഹി പണ്ഡിതന്റെ ബുക്കും വായിച്ചിട്ടല്ല ഞാൻ മുജാഹിദായത്. മറിച്ച് പള്ളി ദർശകളിൽ പഠിച്ച കിതാബുകളിലുള്ള സത്യം തുറന്നു പറയാൻ ആരുണ്ട് ഇവിടെ എന്ന് ചിന്തിച്ചപ്പോ അതിന് വേദി ഒരുക്കുന്നത് മുജാഹിദുകളെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കട്ടായമായി പറയുന്നു, നിങ്ങൾ ആഫ്രിക്കയിലെ ഒരു കൊടും കാട്ടിൽ പോയിരുന്നോളൂ. ഒരു മുജാഹിദുമായി ബന്ധപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കൊടും കാട്ടിൽ
ഒരു മുജാഹിദ് പ്രസിദ്ധീകരണവും വായിക്കാതെ, ഒരു മുജാഹിദ് പ്രവർത്തകന്റെ സീഡിയും കേൾക്കാതെ നിങ്ങൾ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും മുൻവിധിയില്ലാതെ പഠിച്ചു. ആദിമ തലമുറയിൽപ്പെട്ട മുസ്ലിമീങ്ങൾ, സഹാബത്ത്, താബിഈങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ കട്ടായമായി പറയുന്നു നിങ്ങൾ മിഅ സലഫിയാണ്. അത്രയും അടിസ്ഥാനമുള്ള ഒരു ആദർശമാണിത്. ആർക്ക് പറയാൻ സാധിക്കും ഇങ്ങനെ? മുജാഹിദുകൾക്കല്ലാതെ. ഞങ്ങൾക്കൊന്നും പുതിയത് പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന നേരത്തെ ജനാബ് അബ്ദുറഹ്മാൻ സലഫി സൂചിപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം 1924 ഉണ്ടാക്കിയപ്പോ എല്ലാവർക്കും പ്രവർത്തിക്കാവുന്ന ഒരു പണ്ഡിത സംഘടനയായിട്ടാണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. വെറും KJU എന്നല്ല, ഒരു ബ്രാക്കറ്റിന്റെ ഇതിന്റെ താഴെ അതെന്താണെന്നറിയോ? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവരൊക്കെ ഈ ബ്രാക്കറ്റിനുള്ളിൽ നിന്നിട്ട് ഇവിടെ നിന്നോളി എന്ന് പറഞ്ഞിട്ടാണ് സംഘടന ഉണ്ടാക്കിയതല്ല. മുജാഹിദുകൾ പ്രത്യേക വിഭാഗം പണ്ഡിതന്മാർക്ക് ഉണ്ടാക്കിയ സംഘടനയല്ല. അതുകൊണ്ടാണ് പിൽക്കാലത്ത് സമസ്തയുടെ നേതാവായി വന്നിട്ടുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലും ഈ ഉലമാ സംഘത്തെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്തത്. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോ പാങ്ങുകാരനും കൂട്ടർക്കും മനസ്സിലായി ഈ പോക്ക് പോയാ നമ്മളെ മാലയും മൗലൂദും ഒക്കെ ഇല്ലാതാകും, നമ്മളെ വയറ്റത്തടിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് 2 കൊല്ലത്തിന് ശേഷം 1924 തട്ടിക്കൂട്ടിയ പിന്തിരിപ്പൻ ഉലമാ സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത എന്നൊന്നും പേരിട്ടിട്ടില്ല, കേരള ജംഇയ്യത്തുൽ ഉലമ എന്നല്ല പേരിട്ടത്. അങ്ങനെ 1930 രജിസ്ട്രേഷൻ ആക്ട് വന്നപ്പോ നമ്മൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്തു. ഇവർ രണ്ടാമത് അങ്ങനെ ചെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പറഞ്ഞു കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന, ഒരു പേര് 2 സംഘടന അനുവദിക്കൂല. അപ്പൊ മുസ്ലിയാക്കന്മാർ കൂട്ടിയിട്ട് അതിന്റെ തലക്കൽ ഒരു സമസ്ത എന്നും കൂടി കൂട്ടിയാളി. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മനസ്സിലായില്ലേ? അപ്പൊ ആരാ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത്? ആരാ പണ്ഡിതന്മാരെ ഭിന്നിപ്പിച്ചത്? എന്തിനാ നിങ്ങൾ പുറത്തു പോയത്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ എന്ത് ആദർശത്തിനാണ് ഞങ്ങൾ എതിര് പറഞ്ഞത്? നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ നാളിതുവരെയും? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാൽ സ്ഥിരീകരിക്കപ്പെട്ട ഏതെങ്കിലും വിശ്വാസത്തെ, ഏതെങ്കിലും ഒരു ആചാരത്തെ മുജാഹിദ് പ്രസ്ഥാനം തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും. തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ജൂതം പറഞ്ഞാലും തിരുത്താൻ തയ്യാറുള്ളവരാ ഞങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? ജൂതം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എത്ര നല്ല മനുഷ്യന്മാരാണ്, നിങ്ങൾ ഈ ശിർക്കില്ലെങ്കിൽ. എന്താണോ ഞങ്ങളിലുള്ള ശിർക്ക്? നിങ്ങളും നിങ്ങളെ ആളുകൾ പറയുന്നു അള്ളാഹു മുഹമ്മദും ഉദ്ദേശിച്ചാൽ. അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പൊ റസൂൽ ചോദിക്കണ്ട, പോടാ അവിടുന്ന്. ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കിൽ മുങ്ങി കുളിച്ചിക്കണം, നീ അപ്പൊ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന എന്ന് പറഞ്ഞോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ജൂതം പറഞ്ഞാലും തിരുത്തണമെന്നതാ ഞങ്ങൾ ആദർശം. നിങ്ങൾ തെളിയിച്ചു തന്നോളൂ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിനെതിരായി ഇവിടെ വല്ലതുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്നും സഹീഹായ ഹദീസിൽ നിന്നും ആദിമ തലമുറകൾ മനസ്സിലാക്കിയ ഇസ്ലാം ഏതോ ആ ഇസ്ലാം ഈ നാട്ടിലും ഏത് നാട്ടിലും എക്കാലത്തും നടപ്പിലാക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അജണ്ടയായിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർക്കൊന്നും പ്രത്യേകം ക്ലാസ് എടുത്തു കൊടുക്കേണ്ട തന്നെ അവർ പ്രസംഗിച്ച് നടക്കുന്നത്. അവർ മനസ്സിലാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഹദീസിനെതിരായി വല്ലതും മദ്ഹബിലുണ്ടോ എന്ന് പിന്നീട് അവർ മനസ്സിലാക്കുമ്പോ അവരത് തിരുത്തിക്കൊള്ളും. അത്രമാത്രമാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, മദ്ഹബാണ് പലപ്പോഴും ഇവർക്ക് തടസ്സം. മദ്ഹബിൽ നിന്ന് വേറിടാനുള്ള ഭയമാണ്. ഒക്കെ ചിന്തിച്ചാലും അവസാനം മദ്ഹബിന്റെ ആളുകളല്ലേ നമ്മളെ ഉസ്താദുമാരൊക്കെ. 4 മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ വാജിബാണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മുജാഹിദുകൾ പറയുന്നു അങ്ങനെ ഒരു വാജിബ് ഇസ്ലാമിൽ ഇല്ല. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യണം. ആ മദ്ഹബിന്റെ കിതാബ് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നൊന്നല്ല, കണ്ണടച്ചനുകരിക്കണം, തെളിവ് ന്യായവും നോക്കാതെ പിൻപറ്റണം എന്നല്ലേ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. പിന്നെ എങ്ങനെ ഇപ്പൊ നമ്മൾ മുജാഹിദാകുക? ഇതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. വാസ്തവത്തിൽ മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പല സ്റ്റേജിൽ ചോദിച്ച ചോദ്യമാണ്. ഇവിടെയും ഇൻഷാ അല്ലാഹ് ഒരു മറുപടി പ്രസംഗം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ചില പോസ്റ്ററുകളും മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വാദപ്രതിവാദത്തിന്, പരസ്യമായ സംവാദത്തിന് നന്ദിയിൽ വെച്ച് തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം. തയ്യാറുണ്ട്. പക്ഷേ റോട്ടുമ്മൽ എഴുതിയക്കലല്ല അതിന്റെ രീതി. നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു നോക്കിയും വാദപ്രതിവാദം നടക്കേണ്ട രീതി എന്താ?
നിങ്ങൾക്കൊരു പണ്ഡിത സംഘടനയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ലെറ്റർ പാഡ് ഉണ്ടോ, സീലുണ്ടോ, ആളുണ്ടോ, അഡ്രസ് ഉണ്ടോ? എങ്കിൽ അവർ അഡ്രസ് വെച്ച് കത്ത് കൊടുക്കണം. കേരള ജമിയത്തുൽ ഉലമാ പിഒ പുളിക്കൽ നിന്ന് അവരെ വെല്ലുവിളിച്ചിട്ട് എന്നിട്ട് നമ്മൾ രണ്ടു കൂട്ടരും ഇരിക്കണം. എന്നിട്ട് വ്യവസ്ഥ ഉണ്ടാക്കണം. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പ്രമാണമായി സ്വീകരിക്കണം, എത്ര പണ്ഡിതന്മാർ പങ്കെടുക്കണം, എത്ര ശ്രോതാക്കൾ വേണം, എവിടെ വെച്ച് നടത്തണം, ആര് ചെലവ് വഹിക്കണം, റിക്കാർഡ് ചെയ്യൽ എങ്ങനെയായിരിക്കണം, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. എന്നിട്ടാ നടക്കുക. അല്ലാതെ റോട്ടും എഴുതിച്ചുകൊണ്ട് സംവാദം നടക്കില്ല. സംവാദം നടക്കണമെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ? ഇതനുസരിച്ചാ മുമ്പൊക്കെ സംവാദം നടന്നത്. നിങ്ങളൊക്കെ ഉസ്താദന്മാർ അതൊക്കെ ഒന്ന് പഠിക്കണം. അല്ലാതെ ഇത് കണ്ടിട്ട് ബേജാറായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് സായുജ്യം അടഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കുറെ ചോദ്യം ഉണ്ടല്ലോ, അതല്ല ഇനി ഒരു 50 ചോദ്യം കൂടി ഇരിക്കണം. അതൊക്കെ നമുക്ക് സംവാദത്തിൽ ചോദിക്കാം. ചോദിച്ചോളി നിങ്ങള്. അതല്ലേ ഭംഗി. പണ്ഡിതന്മാരും തമ്മിൽ ഇരുന്നിട്ടൊന്ന് ചർച്ച ചെയ്യാലേ നമുക്ക്. എത്ര കാലായി സംവാദം നടക്കുന്നു. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഒലിച്ചുപോയോ? നിങ്ങൾ എത്ര വട്ടം അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ സാധനം അത് അല്ലേ? കടപ്പുറത്ത് മീറ്റിംഗ് കൂടിയ PK മൂക്കൻസിയാർ വലിച്ചെറിഞ്ഞു. അതിന് മുമ്പ് പലവട്ടം വലിച്ചെറിഞ്ഞു അറബിക്കടലിലേക്ക്. എത്ര വലിച്ചെറിഞ്ഞിട്ട് ഇതിങ്ങനെ പൊന്തു തന്നെയാണ് അല്ലെ? ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സംവാദത്തെ കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു കേശവും ഭയമില്ല. സംവാദങ്ങളിലൂടെ വളർന്ന പ്രസ്ഥാനമാണിത്. പക്ഷെ ഞങ്ങൾ ആരെയും സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കണമാതിരി വെല്ലുവിളിച്ച് നടക്കാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ ഘട്ടം വരുമ്പോ സംവാദം നടത്തണമെന്ന് ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടാകുമ്പോ, സംവാദം നടത്തിയില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാകാറുണ്ട്. ഇവിടെയും തയ്യാറാകും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ എഴുതിക്കോ. നിങ്ങൾ എത്ര പാഡ് വെച്ചിട്ട് കേരള ജമിയത്തുൽ ഉലമ എഴുതിക്കോ. ഇൻഷാ അല്ലാഹ് അതിന്റെ നടപടിക്രമം അനുസരിച്ച് അത് നടന്നുകൊള്ളും. അതിന് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മദ്ഹബി തഖ്ലീദാണ് പല മുസ്ലിയാക്കന്മാരെയും അവിടെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പൊ തെക്കൻ കേരളത്തിലൊക്കെ ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്. ഒക്കെ അംഗീകരിക്കും. അവസാനം വരുന്നാലും മദ്ഹബിനെതിരായ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് മദ്ഹബിന്റെ പണ്ഡിതന്മാരെ നമ്മൾ ഇകഴ്ത്തലാണെന്നാണ് ഈ സാധുക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താ? മദ്ഹബി ഗ്രന്ഥങ്ങളിലുള്ളതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണമെന്നാണ് ഇവർ പഠിപ്പിക്കപ്പെട്ടുള്ളത്. മദ്ഹബി ഗ്രന്ഥം തയ്യാറാക്കിയ ഗ്രന്ഥകാരന്മാർ മഹാന്മാരായ പണ്ഡിതന്മാരും ആലിമീങ്ങളുമാണ്. അതുകൊണ്ട് അവരെ വാക്കിലൊരിക്കലും തെറ്റുവരാൻ സാധ്യതയില്ല. ഖുർആനും സുന്നത്തിനും അവർ എതിര് പറയാൻ സാധ്യതയില്ല. അവർ നമ്മളെക്കാൾ വലിയ പണ്ഡിതന്മാരായതുകൊണ്ട് അവർ പറഞ്ഞതിനെ തിരുവായിക്ക് എതിർവായില്ലാത്ത പോലെ നമ്മൾ വിഴുങ്ങിക്കൊള്ളണം. ഇനി വല്ലതും എതിരാണെന്ന് തോന്നിയാൽ തന്നെ നമ്മളത് കണക്കിലെടുക്കേണ്ടതില്ല. അത് നമുക്ക് തിരിയാത്തത് കൊണ്ടാണ് എന്ന് വിചാരിച്ചാൽ മതി. എങ്ങനെയുണ്ട്? മാത്രല്ല, ആ ആയത്ത് ഇവര് കണ്ടിട്ടില്ലേ, ആ ഹദീസ് ഈ പണ്ഡിതന്മാര് കണ്ടിട്ടില്ലേ എന്നൊക്കെയായിരിക്കും പലപ്പോഴും അവർ ചെയ്യുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തഖ്ലീദ് അതാണ് പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കളെയും അപ്പുറത്തെ ചേരിയിൽ പിടിച്ചു നിർത്തുന്നത്. വാസ്തവത്തിൽ അപകടകരമായ ഒരു ചിന്താഗതിയാണിത്. നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആ കാര്യത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. കണ്ടോ, തർക്ക പ്രശ്നങ്ങളെ മദ്ഹബിന്റെ കിതാബുകളിലേക്ക് മടക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലേക്ക് മടക്കണം, തിരുസുന്നത്തിലേക്ക് മടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ റസൂലുള്ളാഹിനോട് പോയി ചോദിക്കാവുന്ന ദൂരത്താണെങ്കിൽ അങ്ങനെ ചോദിക്കാം. അല്ല, വിദൂര സ്ഥലത്താണെങ്കിൽ അന്വേഷിക്കാൻ ആളെ പറഞ്ഞേക്കാം. പക്ഷേ അവിടുത്തെ വഫാത്തിന് ശേഷമാണെങ്കിലോ വൈലാ സുന്നത്തി, പ്രവാചക ചര്യയിലേക്ക് മടക്കണം. എന്നിട്ട് പറയാണ് തർക്ക പ്രശ്നങ്ങളെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ല എന്നാണ്. എത്ര വ്യക്തമാണ്! അതാകുന്നു ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനമുള്ളതും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, തറക്തു ഫീകും ശൈഅൈനി, രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുകയില്ല. അതേതൊക്കെയാണ്? കിതാബല്ലാഹി വ സുന്നത്തി, അല്ലാഹുവിന്റെ കിതാബും എന്റെ ചര്യയുമാണ്. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ കിതാബും പ്രവാചക ചര്യയുമാണ് ദീനിന്റെ അടിസ്ഥാനം. അതിലൂടെ ആ ദീനിനെ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്നൊരു പ്രമേയവുമായി കേരള ദഅവത്തുൽ മുജാഹിദീനും പോഷക സംഘടനകളും കേരളത്തിൽ പ്രചാരണങ്ങൾ നടത്തിയപ്പോ മുസ്ലിയാക്കന്മാര് പറഞ്ഞു, അങ്ങനെയല്ല, പ്രമേയം തെറ്റാണ്. മതത്തെ അറിയേണ്ടത് മഹാന്മാരിലൂടെയാണ്. മതത്തെ അറിയേണ്ടത് മദ്ഹബിന്റെ ഇമാമുകളിലൂടെയാണ്.
ഞങ്ങൾക്ക് തർക്കമില്ല. മതത്തെ അറിയേണ്ടത് മഹാന്മാരിലൂടെയാണെന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങളെ വാക്കാണ് ദീനിൽ തെളിവ്, അത് നിങ്ങൾ ചങ്കു തൊടാതെ വിഴുങ്ങിക്കോ, ഞങ്ങൾ മാസൂമിങ്ങളാണ്, തെറ്റുപറ്റാത്തവരാണ് ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇമാമിങ്ങളൊക്കെ പറഞ്ഞ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന സംശയമുണ്ടോ നിങ്ങൾക്ക്? 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കിതാബുകൾ എടുത്തു നോക്കി, അവരെ ശിഷ്യന്മാരെ എഴുതിയ കിതാബുകൾ എടുത്തു നോക്കി. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്നല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞത്. ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതാകുന്നു എന്റെ വീക്ഷണം. മദ്ഹബ് എന്ന വീക്ഷണം എന്ന അർത്ഥം കണ്ടോ? അതിനെക്കുറിച്ച് മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്താണെന്നറിയോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വെല്ലുവിളിയാകുന്നു അത്. എന്താ വെല്ലുവിളി? എന്റെ മദ്ഹബിൽ ഹദീസിനെതിരായി ഒന്നും ഉണ്ടാകുന്നതല്ല എന്ന വെല്ലുവിളി. വെല്ലുവിളി അല്ല സുഹൃത്തെ അത്, മറിച്ച് വേറൊരു വാചകത്തിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കി. ഇദാ റഅയ്തും ഫീ കലാമി മാ യുഖാലിഫുൽ ഹദീസ ഫഅമലൂ ബിൽ ഹദീസ് വദ്രിബൂ ബി കലാമി അൽ ഹായിത. എന്റെ വാക്കിൽ പ്രവാചകന്റെ ഹദീസിനെതിരായി വല്ലതും നിങ്ങൾ കണ്ടാൽ ഹദീസ് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം, എന്റെ വാക്കിനെ നിങ്ങൾ വലിച്ചെറിയണം. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഉസ്താദ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി ഉദ്ധരിച്ചിട്ടില്ലേ? ഷഅറാനിയുടെ മീസാൻ നിങ്ങൾ എടുത്തു നോക്കൂ. 4 മദ്ഹബുകാരും സ്വർഗത്തിലാക്കാൻ വേണ്ടി ന്യായീകരിച്ച ആളല്ലേ ഷഅറാനി. പക്ഷെ അദ്ദേഹം ഈ വാക്കുകളൊക്കെ എടുത്തു കൊടുത്തു. ഇമാം അബൂ ഹനീഫ കൂഫി ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന മദ്ഹബിന്റെ ഇമാമല്ലേ. അദ്ദേഹം പറഞ്ഞെന്താ? ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബി കലാമി. എന്റെ ദലീൽ എന്താണെന്ന് അറിയാത്തവൻ എന്റെ വാക്കുകൊണ്ട് ഫത്വ കൊടുക്കുന്നത് ഹറാമാണ്. ഇമാം അബൂ ഹനീഫ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആരും ഫത്വ കൊടുക്കാൻ പോകണ്ട. മറിച്ച് ഇമാം അബൂ ഹനീഫ അവലംബിച്ച തെളിവേതോ, ആയത്തേത്, ഹദീസ് ഏത് നിങ്ങൾക്ക് തിരിയണം. അദ്ദേഹത്തിന്റെ വാക്കും ഫത്വയും അദ്ദേഹം അവലംബിച്ച തെളിവും തമ്മിലുള്ള ബന്ധവും പൊരുത്തവും നിങ്ങൾക്കറിയണം. അത് പറയാൻ കഴിയില്ലേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് ഫത്വ കൊടുക്കൽ ഹറാമാണ് എന്ന് അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം വല്ല അഭിപ്രായവും പറയുമ്പോൾ പറയും ഇത് എന്റെ അഭിപ്രായം. നുഅ്മാൻ ബിൻ സാബിത്ത് അബൂ ഹനീഫിന്റെ പേരാ. ഇത് എന്റെ അഭിപ്രായമാണ്. ഫമൻ ജാഅ ബി അഹ്സന മിൻഹു ഫഹുവ ഔലാ ബിസ്സവാബ്. ഇതിനേക്കാൾ നല്ല അഭിപ്രായം ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അതാകുന്നു ശരിയാകാൻ ഏറ്റവും അർഹമായത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്താ ചെയ്യുന്നത്? സഹിഹായ ഹദീസ് അങ്ങ് തൊട്ട് കാണിച്ചു കൊടുത്താൽ പോലും പിന്തിരിയാൻ തയ്യാറില്ല. നിങ്ങൾ കേട്ടില്ല വലല്ലാലീൻ എന്ന് മഗ്രിബിക്കും ഇശാക്കും സുബഹിക്കും ഇമാമ് പറഞ്ഞ പിന്നിലുള്ള മഅ്മൂമികൾ ആമീൻ ഉച്ചത്തിൽ പറയണം. സഹാബികളുടെ കാലത്ത് ആമീൻ പറഞ്ഞിട്ട് പള്ളി മുഴങ്ങിയിരുന്നു, പള്ളി പ്രകമ്പനം കൊണ്ടിരുന്നു എന്ന് ഹദീസിലുണ്ട്. പക്ഷെ ഇന്ന് ഹനഫി പള്ളി പോയിട്ട് നിങ്ങൾ ആമീൻ പറഞ്ഞ നിങ്ങൾ മാത്രം ഉണ്ടാവും. ആമീൻ നിസ്കാരം കഴിഞ്ഞ ഒരു നോക്കല, ഏതാ ഷാഫി കണിഞ്ഞത് ഇവിടെ. എന്നിട്ട് നല്ല നോട്ടം. പിറ്റേന്നും ചെന്നാൽ പിന്നെ നിങ്ങളെ തുറിച്ചു നോക്കും. നിങ്ങൾ കുറച്ചാള് സംഘടിച്ച് ചെന്നാൽ ഒരു മീറ്റിംഗ് കൂടും. ഇതാ നമ്മളെ ബഹുമാനപ്പെട്ട ഹനഫി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് പോണ പള്ളി, ആ പള്ളിയിൽ ഇവിടെ ഷാഫികൾ വന്നിട്ട് ആമീൻ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഇടപെടണം. ഉടനെ എഴുതി വെക്കും, ഉച്ചത്തിൽ ആമീൻ പറയുന്നവർ ഈ പള്ളി നിസ്കരിക്കാൻ പാടുന്നതല്ല. നോക്കിങ്ങളി റസൂലുള്ളാഹിന്റെ ഹദീസ് സഹാബത്ത് ഇങ്ങനെ ചെയ്തതും ഒക്കെ നമ്മൾ കൊണ്ടേ കൊടുത്താൽ ഇത് അമ്മനൽ ഇമാമു ഫഅമിനു എന്നൊക്കെയുള്ള ഹദീസും സഹാബത്ത് ആമീൻ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ അനുഭവമാണ്, ഇതൊക്കെ ഞങ്ങൾ ഇമാമിങ്ങൾ കേട്ടിട്ടില്ലേ, അന്ന് ഞങ്ങൾക്ക് കാണണ്ട. എന്താണ്? അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത്, മദ്ഹബിന്റെ ലഹരി പിടിച്ചവരെ നിങ്ങൾ രണ്ടാമത്തെ കലിമ മാറ്റി പറയണം. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അല്ല നിങ്ങളെ കലിമ. നിങ്ങളെ കലിമ ഷാഫികൾ അശ്ഹദു അന്ന ഷാഫി റസൂലുള്ളാഹ് എന്ന് പറയട്ടെ. അബൂ ഹനീഫിന്റെ ആളുകൾ അശ്ഹദു അന്ന അബൂ ഹനീഫ റസൂലുള്ളാഹ് എന്ന് പറയട്ടെ. കാരണം റസൂലുള്ളാഹിന്റെ ഹദീസ് കിട്ടിയാലും മദ്ഹബിലെ കോജാക്കന്മാരെ കിതാബ് അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അബുൽ ഹസനുൽ കർഖി എന്ന് പറയുന്ന ഒരു മദ്ഹബി പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ എഴുതി വെച്ചത് എന്താണെന്നറിയോ? വിഷവാചകം നിങ്ങളൊന്ന് കേൾക്കണം. എന്റെ പണ്ഡിത സുഹൃത്തുക്കൾ, മതവിദ്യാർത്ഥികൾ രേഖപ്പെടുത്തി വെച്ചോ. അബുൽ ഹസനുൽ കർഖി എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിലാണ് എഴുതിയത്. കുല്ലു ആയത്തിൻ തുഖാലിഫു മാ അലൈഹി അസ്ഹാബുനാ ഫയ മുഅവ്വലത്തുൻ ഔ മൻസൂഖത്തുൻ. നമ്മുടെ മദ്ഹബിന്റെ ആളുകൾക്കെതിരായി വരുന്ന മുഴുവൻ ആയത്തുകളും ഒന്നുകിൽ ദുർബലമാണെന്ന് വെക്കണം, അല്ലെങ്കിൽ മദ്ഹബിനെ ഒപ്പിച്ച് വ്യാഖ്യാനിക്കണം. നഊദു ബില്ലാഹ്. വകുല്ലു ഹദീസിൻ യുഖാലിഫു മാ അലൈഹി അസ്ഹാബുനാ. നമ്മുടെ മദ്ഹബിന്റെ ആളുകൾക്കെതിരായി വരുന്ന മുഴുവൻ ഹദീസുകളും ഫഹുവ മുഅവ്വലുൻ ഔ മൻസൂഖുൻ. ഒന്നുകിൽ ദുർബലമാണെന്ന് വെക്കണം, അല്ലെങ്കിൽ മദ്ഹബിനെ ഒപ്പിച്ച് വ്യാഖ്യാനിക്കണം. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കണം എന്ന് പറഞ്ഞതുപോലെ കണ്ടോ? കിതാബിനും സുന്നത്തിനും അനുസരിച്ച് മദ്ഹബി വ്യാഖ്യാനങ്ങളെ വ്യാഖ്യാനിച്ചൊപ്പിക്കണമെന്നല്ല ഈ പറയുന്നത്. മദ്ഹബി ഗ്രന്ഥങ്ങൾക്കനുസരിച്ച് അള്ളാന്റെ ഖുർആനെ വ്യാഖ്യാനിച്ചൊപ്പിക്കണം, അല്ലെങ്കിൽ അള്ളാന്റെ ആയത്ത് ദുർബലമാണെന്ന് വെക്കണം. അതുപോലെ ഹദീസിനെ വ്യാഖ്യാനിക്കണം. ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ശരിയാണെങ്കിൽ ഹദീസിനെ തള്ളിക്കളയണം.
ഈ രൂപത്തിൽ കിതാബിനെക്കാളും സുന്നത്തിനെക്കാളും കോജാക്കന്മാരുടെ കിതാബിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള മദ്ഹബി പക്ഷപാതിത്വം, അതാണ് മുസ്ലിം ഉമ്മത്തിനെ യഥാർത്ഥത്തിൽ പല ചേരികളാക്കി തിരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മുജാഹിദുകൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ വാക്കിൽ തെറ്റുണ്ടാകും, ഞങ്ങൾ മാസൂമികളല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞില്ലേ, ലഖദ് അല്ലഫ്തു ഹാദിഹിൽ കുതുബ വലം മാരു ഫിഹാ ജുഹദ. ഇമാം ഷാഫിയുടെ ശിഷ്യനായ മുവൈത്തി രേഖപ്പെടുത്തിയത് മുഖ്തസറുൽ മുഅമ്മറിന്റെ മുഖദ്ദിമയിൽ കാണാം. ഞാൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു, എന്റെ എല്ലാ പരിശ്രമങ്ങളും ഞാൻ അതിൽ വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വലാ ബുദ്ദ അയ്യകൂന ഫിഹൽ ഖത, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ അബദ്ധമുണ്ടാകൽ കൂടാതെ കഴിയില്ല. കുറ്റങ്ങൾ, അബദ്ധങ്ങൾ ഇതിൽ ഉണ്ടാകും, അത് അനിവാര്യമാണ്, ലാബുദ്ദാണ്. കാരണം അല്ലാഹു പറയുന്നു, വലൗ കാന മിൻ ഇൻദില്ലാഹി മിൻ ഗൈരില്ലാഹ് ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറാ. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയാണ്, ഈ ഗ്രന്ഥം അല്ലാഹു അല്ലാത്ത മറ്റാരിൽ നിന്നെങ്കിലുമാണ് അവതരിക്കപ്പെട്ടിരുന്നതെങ്കിൽ അതിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങള്, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. പക്ഷെ വൈരുദ്ധ്യം ഇല്ലാത്ത എന്തുകൊണ്ടാ? അള്ളാന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ നുസൂലാണത്, അന്ന് ഇറക്കിയതാണത്. അതുകൊണ്ടാണ്. അപ്പൊ അള്ളാന്റെ ഖുർആൻ അല്ലാത്ത മറ്റേത് മനുഷ്യ നിർമ്മിത കൃതികളിലും അബദ്ധങ്ങൾ ഉണ്ടാകാം, പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം എന്നാരാ പറയുന്നത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫമാ വജത്തും ഫീ കിതാബി ഹാദാ, അതുകൊണ്ട് എന്റെ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ കണ്ടെത്തിയാൽ യുഖാലിഫുൽ കിതാബ വസുന്ന, കിതാബിനും സുന്നത്തിനും എതിരായ വല്ലതും കണ്ടെത്തിയാൽ ഫഖദ് റജഅതു അൻഹു, ഞാൻ അതിൽ നിന്ന് മടങ്ങിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വഇൻ കുന്തു ഖദ് ബലീതു ഫീ ഖബരി, ഞാൻ എന്റെ ഖബറിൽ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിലും ശരി. ഇമാം ഷാഫി മരിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ഖബറിൽ ദ്രവിച്ചു പോയിട്ടുണ്ടോ? ഇങ്ങനത്തെ സമയത്ത് അദ്ദേഹം പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞ ഓറ ഇകഴ്ത്തലല്ലേ, ഓറ സ്ഥാനം കുറച്ച് കാണിക്കല്ല എന്നൊന്നും വിചാരിച്ചെങ്കിൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഞാൻ ഖബറിൽ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ അഭിപ്രായം കിതാബിനും സുന്നത്തിനും എതിരായ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞിട്ടുണ്ടെന്ന്, ഞാൻ മടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇമാം ഷാഫി പറഞ്ഞതായി ശിഷ്യൻ ബുവൈത്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾ ഇമാം ഷാഫിയുടെ മുഖല്ലിദാണോ? എങ്കിൽ നിങ്ങൾ ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ തഖ്ലീദ് ചെയ്യാൻ? ഇമാം ഷാഫി തന്നെ തഖ്ലീദ് ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് കിതാബിനും സുന്നത്തിനും എതിരായി വല്ലതും എന്റെ വാക്കിൽ കണ്ടാൽ നിങ്ങൾ തള്ളിക്കളയണമെന്നാണ്. ഷാഫി മദ്ഹബുകാർ ആ മദ്ഹബിന്റെ കിതാബുകൾ മാത്രം വായിക്കുക, ഹനഫി മദ്ഹബുകാർ അബൂ ഹനീഫയുടെ മദ്ഹബിന്റെ കിതാബുകൾ മാത്രം വായിക്കുക. ഞങ്ങൾ പറയുന്നത് 4 അല്ല 40 മദ്ഹബുണ്ടെങ്കിലും എല്ലാത്തിന്റെ കിതാബും വായിക്കണം. എന്നിട്ട് കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചത് എല്ലാത്തിനും സ്വീകരിക്കണം. ഇതാ ഞങ്ങളുടെ നിലപാട്. 4 മദ്ഹബും തള്ളിക്കളയണമെന്നല്ല, 4ഉം സ്വീകരിക്കണം. പക്ഷെ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ. ചില കാര്യങ്ങളിൽ ഷാഫി മദ്ഹബായിരിക്കും കിതാബിനോടും സുന്നത്തിനോട് യോജിച്ചത്, ചില കാര്യങ്ങൾ അബൂ ഹനീഫയുടെ മദ്ഹബായിരിക്കും, ചില കാര്യങ്ങൾ ഇമാം മാലിക്കിന്റെ മദ്ഹബാവും, ചില കാര്യങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയുടെ മദ്ഹബാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ നിൽക്കുന്ന ഭാഗത്ത് ചൂണ്ടിക്കൊണ്ട് മദീന ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെട്ട മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം, മാ മിൻ അഹദിൻ ഇല്ലാ വഹുവ മൗഖൂദുൻ മിൻ കലാമിഹി മർദൂദുൻ അലൈഹി, ഒരാളുമില്ല അവരുടെ വാക്കിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉള്ളവനായിട്ടല്ലാതെ, ഇല്ല സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമയായ റസൂൽ ഒഴികെ. റസൂലുള്ളാഹിന്റെ വാക്കിൽ തള്ളേണ്ടതൊന്നും ഉണ്ടാവില്ല, മുഴുവൻ കൊള്ളേണ്ടതേ ഉണ്ടാകുള്ളൂ. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഇമാം അവറുകളെ നിങ്ങളെ വാക്കൊക്കെ ഞങ്ങൾ ഇവിടെ നാട്ടില് ശരീഅത്തായി നടപ്പിലാക്കട്ടെ എന്ന് ഖലീഫ ചോദിച്ചപ്പോ അദ്ദേഹം മുടക്കം പറയാ ചെയ്തത്. ആളുകൾ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ പലവിധ അഭിപ്രായങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഭരണയന്ത്രം ഉപയോഗിച്ച് എന്റെ അഭിപ്രായത്തെ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ടോ, അതായിരുന്നു ഇമാമിങ്ങളെ സൂക്ഷ്മത. തങ്ങളുടെ വാക്കുതീരിൽ പ്രമാണമാണെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രമാണമായി വരുന്നതിനെ ഭയപ്പെടുകയായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി. അദ്ദേഹം പറഞ്ഞത് എന്താ? നിങ്ങൾ എന്റെ ഉസ്താദ് ഷാഫിയെ തഖ്ലീദ് ചെയ്തോളിയതാണ്, അല്ലെ എന്നെ തഖ്ലീദ് ചെയ്തോളിയതാണോ? അല്ല, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദന്ന മാലികൻ വലൽ ഔസാഇ വലൽ നഖയ്യ വലാ ഗൈറഹും. എന്നെയോ ഇമാം മാലിക്കിനെയോ, ഇമാം മാലിക്കാര എന്റെ ഉസ്താദായ ഷാഫിയുടെ ഉസ്താദിന്റെ ഉസ്താദ്, അദ്ദേഹത്തെയോ ആരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. ഇമാം ഔസാഇയെയോ ഇമാം ഇബ്രാഹിം നഖയ്യ ആരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. വഖുദിൽ അഹ്കാമ മിൻ ഹൈതു അഖദു, അവരെല്ലാം ദീനിന്റെ വിധികൾ മനസ്സിലാക്കിയത് എവിടുന്നാണോ അവിടുന്ന് മനസ്സിലാക്കാതെ മിനൽ കിതാബി വസുന്ന, അതായത് കിതാബും സുന്നത്തും. എത്ര വ്യക്തമാണ് അവരുടെ ആശയം. ഇമാമികൾ ആരും തഖ്ലീദ് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നെ തഖ്ലീദ് ചെയ്യണമെന്ന്? പറഞ്ഞിട്ടില്ല. ഇമാം മാലിക് ബിൻ അനസ് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ഇമാം മാലിക്കിനെ തഖ്ലീദ് ചെയ്തോ? തഖ്ലീദ് ചെയ്തില്ല. ഉടനെ മുസ്ലിയാക്കന്മാരെ മറുപടി വരും, മൗലവി തഖ്ലീദ് എന്ന് പറയുന്നത് മുജ്തഹിദുകൾക്കുള്ളതല്ല,
അത് അവാമിന്നാസിനുള്ളതാണ്. മുജ്തഹിദുകൾക്ക് തഖ്ലീദിന്റെ ആവശ്യമല്ല. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു ഉപചോദ്യം ചോദിക്കാണ്. എന്താണെന്നറിയോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുമ്പോ തന്നെ മുജ്തഹിദാണോ? ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോ തന്നെ മുജ്തഹിദായിട്ടാ വന്നത്? ഒരിക്കലുമല്ല. ജനിച്ചു, ചെറിയ കുട്ടിയായി, ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, വളർന്നു വലുതായി ഇജ്തിഹാദിന്റെ കഴിവ് നേടി. ആ ഇടക്കാലത്ത് അദ്ദേഹം ഇമാം മാലിക്കിനെ തഖ്ലീദ് ചെയ്തിരുന്നോ? ഇജ്തിഹാദിന്റെ കഴിവ് വരും മുമ്പുള്ള ഇടവേളയിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ല. ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ പ്രവർത്തിച്ചതായിട്ട് മുഹമ്മദ് ബിൻ ഇദ്രീസുൽ മാലിക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ലല്ലോ. എന്തേ അങ്ങനെ ഉണ്ടാകായിരുന്നത്? അതുപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യനാണ് ഇമാം അഹ്മദ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫി തഖ്ലീദ് ചെയ്തോ? ഇല്ല. എന്നാൽ അദ്ദേഹത്തെ അപ്പോഴും പറയും മുജ്തഹിദായത് കൊണ്ടാണ്. ഇമാം അഹ്മദ് മുജ്തഹിദായി ജനിച്ച ആളാണോ? അല്ല. അപ്പോൾ ഇമാം ഷാഫിയുടെ ശിഷ്യനായി വന്ന് ഇജ്തിഹാദിന്റെ കഴിവ് നേടും വരെ ഇമാം ഷാഫി തഖ്ലീദ് ചെയ്ത് മുഖല്ലിദായി ജീവിച്ചോ? ജീവിച്ചിട്ടില്ല. ഒരൊറ്റ ഇമാമും പറയാത്ത പിൽക്കാലത്തുള്ള പുത്തൻവാദമാണ് നാലാലൊരു മദ്ഹബ് തഖ്ലീദ് ചെയ്യണമെന്ന് മാത്രമല്ല, അല്ലാത്തവൻ ളാലും മുദില്ലുമാണ്, പടച്ചവനും പഴപ്പിക്കുന്നവനുമാണ്. എവിടെയാ പറയുന്നത്? ഇവർ പള്ളി ദർസിലോതുന്ന സാവി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. മാലിക്കി മദ്ഹബിൽപ്പെട്ട ഒരു ശുദ്ധ മദ്ഹബി പക്ഷപാതി ഈ അടുത്ത കാലത്ത് ജീവിച്ചൊരു മുസ്ലിയാർ എന്ന് വിചാരിച്ചോ നിങ്ങൾ. അയാളെ എഴുതിയതാ. മനസ്സിലായില്ലേ? ആ സാവി മല്ലാക്കാന്റെ കിതാബേറ്റാ നടക്കുന്നത്. അതിലെന്താ പറഞ്ഞത്? വലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബൽ അർബഅ. 4 മദ്ഹബിന് പുറത്തുള്ളതൊന്നും തഖ്ലീദ് ചെയ്യൽ ജായിസല്ല. വലൗ വാഫഖ ഖൗല സഹാബത്തി വൽ ഹദീസ് സഹീഹ. കണ്ടോ? 4 മദ്ഹബിന് പുറത്തുള്ള ഒരു അഭിപ്രായം സഹാബത്തിന്റെ വാക്കിനോട് യോജിച്ചാലും സഹിയായ ഹദീസിനോട് യോജിച്ചാൽ പോലും തഖ്ലീദ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഖുർആൻ ആയത്തിനോട് ചോദിച്ചാലും തഖ്ലീദ് ചെയ്യാൻ പാടില്ല. 4